നല്ലൊരു എല്ലാ ക്വസ്റ്റ്യൻസും നല്ല സ്റ്റാൻഡേർഡ് ലെവലിൽ കീപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ആൻസറിങ് ചെയ്യാം. അപ്പോൾ ഇത് ആൻസറിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ എളുപ്പമാവും. കാരണം ഇത് പറയുമ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ സെയിം ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലത്തേക്ക് സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമ്മളത് ആൻസറിങ് ചെയ്യിക്കുന്നില്ല. കാരണം അത് നമ്മൾ ഓൾറെഡി പഠിച്ച് മോഡൽ ആയതുകൊണ്ട് ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോവുകയാണ്. നിങ്ങൾ ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിക്കൊള്ളുക. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടായാൽ വളരെ ഉപകാരം. ഓക്കെ, സോ വി സ്റ്റാർട്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ചോദ്യം ശരിക്കും വായിക്കാം. കൺസിഡർ ദ റിലേഷൻ എക്സ് വൈ എക്സ് കോമ വൈ ബിലോങ്സ് ടു ഇസഡ് ആണെന്ന് പറയുന്നുണ്ട്. എക്സ് വൈ ഇസിക്കൽ ടു 4. അവിടെ പറയുന്ന റിലേഷൻ നോക്കുക. എക്സ് വൈ ഇസിക്കൽ ടു 4 വരണം. അതുപോലെ തന്നെ എക്സ് കോമ വൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഇൻറ്റീജർ. ഇൻറ്റീജർ എന്ന് പറയുന്നവരല്ലോ. അങ്ങനെ വരുന്ന ഏതെല്ലാം ഓർഡേഡ് പെയേഴ്സ് ആണ് നമുക്ക് എക്സിന് കിട്ടുക, അതിന് നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് ആദ്യം എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി ധാരണയായി. നമുക്ക് ഡൊമൈനും റേഞ്ചും കണ്ടെത്താൻ ഏറ്റവും എളുപ്പം ഏതാ? അതിനെ റോസ്റ്റർ ഫോം ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ മൾട്ടിപ്ലിക്കേഷൻ 4 കിട്ടുന്ന ഇൻറ്റിജേഴ്സിന് നമുക്കൊന്ന് പേര് നോക്കിയാലോ. നമുക്ക് നോക്കാം അല്ലേ. ഏത് കിട്ടും? 1 4 കിട്ടും. ശരിയാണോ? 1 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം 4 1ഉം സാറ്റിസ്ഫൈ ചെയ്യും. ശരിയല്ലേ? 1 × 4ഉം 4 × 1ഉം സെയിം ആണ്. അതുപോലെ നമുക്ക് 2 2 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടും. ശരിയല്ലേ? 2 2 2 × 2 എത്രയാ? മൾട്ടിപ്ലിക്കേഷൻ 4 ആണ്. അതുപോലെ -2 മൾട്ടിപ്ലിക്കേഷനും +4 തന്നെയാണ്. ഇനി ആദ്യം എടുത്ത രണ്ടെണ്ണങ്ങളുടെ നെഗറ്റീവും നമുക്ക് ഓക്കെയാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? -1ഉം -4ഉം കിട്ടുകയും ചെയ്യും. അതുപോലെ -4ഉം -1ഉം കിട്ടുകയും ചെയ്യും. അങ്ങനെ നോക്കൂ, നമുക്ക് ഇത്രയും ഓർഡേഡ് പെയേഴ്സ്, ഇതാണ് നമ്മളുടെ മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്ന റിലേഷൻ്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോസ്റ്റർ ഫോമിൽ എഴുതിയെങ്കിലാണ് നമുക്ക് ഡൊമൈനും റേഞ്ചും കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന റിലേഷൻ നമ്മൾ റോസ്റ്റർ ഫോം ആക്കി. ഡൊമൈൻ എന്താ? റോസ്റ്റർ ഫോം ആക്കി കഴിഞ്ഞാൽ ഓർഡേഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റിനെ പറയാം നമുക്ക് അല്ലേ. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നു. ഡൊമൈൻ ഇനി നിങ്ങൾക്ക് എളുപ്പമല്ലേ എഴുതാനായിട്ട്. നോക്കൂ, ഫസ്റ്റ് എലമെൻ്റ് ആരൊക്കെ വരും? 1 വരും, 4 വരും, 2 വരും, -2 വരും, -1 വരും, -4 വരും. അത് സെറ്റാക്കി എഴുതിയാൽ മാത്രം മതി. 1 4 2 -2 -1 -4. ഇതാണ് നമ്മളുടെ ഡൊമൈൻ എന്ന് പറയുക. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റ് ഓർഡേഡ് പെയറുകളിലെ. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റുകൾ എന്ന് പറയുന്നത് നോക്കുക, സെയിം 4 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, -2 -4 -1. ഈ എലമെൻറ്റുകൾ ഒരു സെറ്റായിട്ട് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എഴുതാം 4 വരും, 1 വരും, 2 വരും, -2 -4 -1. ഇപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഡൊമൈനും റേഞ്ചും സെയിം ആയിട്ട് വരുന്നുണ്ട്. ബട്ട് നമുക്കത് അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഡൊമൈനും റേഞ്ചും എഴുതുന്നത് എങ്ങനെയാണ്? ഒരു റിലേഷൻ റോസ്റ്റർ ഫോം ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റ് ഡൊമൈനായിട്ടും സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റ് റേഞ്ച് ആയിട്ടും എഴുതുക. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഈ റിലേഷനിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ്. നമ്മളിവിടുത്തെ ഈ റോസ്റ്റർ ഫോമിലെ ഓർഡേഡ് പെയേഴ്സ് എണ്ണിയാൽ മാത്രം മതി. നമുക്ക് എന്നാൽ അല്ലേ 1 2 3 4 5 6. അപ്പോൾ മൂന്നാമത്തെ ആൻസർ എത്രയാ? 6 ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 6 എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം രണ്ടാമത്തിലേക്ക് പോകാൻ പോകുന്നു. ശ്രദ്ധിച്ചോളുക. രണ്ടാമത്തത് നമ്മുടെ ട്രിഗണോമെട്രിയും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു ഭാഗമാണ്. കൺസിഡർ ദ ഫോളോവിങ് ഫിഗർ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഒരു ആംഗിൾ 150 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 150 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ റേഡിയൻ മെഷേഴ്സ് ഓഫ് ആംഗിൾ AOB. ആംഗിൾ AOB എന്ന് പറയുന്ന ഈ 150യുടെ റേഡിയൻ മെഷർ. എളുപ്പമാണ്, കാരണം നമ്മൾ റേഡിയൻ മെഷേഴ്സ് ഒക്കെ ചെയ്തേക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ഡിഗ്രി എന്നുള്ളതിനെ നമ്മൾ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർ കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? 5 π/6 എന്ന് പറയും അല്ലേ. 3 പോകില്ല, ഇവിടെ 5 പ്രാവശ്യം പോകും, ഇതിൽ 6 ടൈംസ് പോകും. 5 π/6 റേഡിയൻ എന്ന് പറഞ്ഞു വരും. രണ്ടാമത്തെ ചോദ്യമാണ് കുറച്ച് നല്ല മോഡൽ എന്ന് പറയുന്നത്. ചോദിച്ചേക്കണം കണ്ടോ അവർ. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബിയുടെ കോർഡിനേറ്റ് പറയുക. ഇങ്ങനെ വരുന്ന മോഡലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ പോയിന്റ് പറഞ്ഞേക്കണം കണ്ടോ. ഇവിടുത്തെ പോയിന്റ് 1 എന്ന് പറയുന്നുണ്ട്, ഇവിടെയും -1. ദാറ്റ് മീൻസ് ഇതൊരു യൂണിറ്റ് സർക്കിളാണ്. യൂണിറ്റ് സർക്കിളിൻ്റെ പ്രത്യേകത എന്താ? റേഡിയസ് 1 ആയിരിക്കുള്ളൂ യൂണിറ്റ് സർക്കിളിൽ. അപ്പോൾ ഈ യൂണിറ്റ് സർക്കിളിൽ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു പോയിന്റ് സർക്കിളിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ആംഗിൾ 150 എന്നല്ലേ പറഞ്ഞേക്കണത്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആ കോസ് ആംഗിൾ ഓഫ് 150 ആയിരിക്കണം.
വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ ആംഗിൾ ഓഫ് 150 ആയിരിക്കണം. ഇങ്ങനെയായിരിക്കണം നമ്മളത് എഴുതേണ്ടത് കേട്ടോ. കോർഡിനേറ്റ്സ് എന്ന് പറയും. രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ എഴുതേണ്ടത് കോസ് 150യും സൈൻ 150യും നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ ആംഗിൾ 120 ആണെങ്കിൽ എന്ത് വരും? കോസ് 120 സൈൻ 120. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കോസിലും വൈ കോർഡിനേറ്റിൽ സൈനിലും എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആൻസർ -√3/2 എന്ന് പറഞ്ഞ് കിട്ടും, 1/2 എന്ന് പറഞ്ഞ് കിട്ടും. നോക്കൂ, സെക്കൻഡ് ക്വാഡ്രന്റിൽ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവുമാണ്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ വന്നേക്കുന്നത്? കോസ് 150 കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? കോസ് 90 + 120 അല്ലെങ്കിൽ 180 -30 എന്ന് പറഞ്ഞ് കിട്ടും. 180 - 30 സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പോൾ കോസ് നെഗറ്റീവ് ആകും. കോസ് 30 എന്നുള്ളത് √3/2 ആണ്. അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസറും കിട്ടിയല്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ കോസ് 150 സൈൻ 150 നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. ഇതിനെ നമ്മൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കോസ് നിങ്ങളല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടാലും ഓക്കെയാണ്. കോസ് 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 180 - 30 എന്ന് പറയാം. അപ്പോൾ 180 ആയതുകൊണ്ട് സെയിം കോസ് 30 എന്ന് പറയണം. സെക്കൻഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് കോസ് നെഗറ്റീവ് ആണ്, -കോസ് 30 ദാറ്റ് ഈസ് -√3/2. ഇത് തന്നെ സൈനിലും എടുത്ത് ചെയ്താൽ മാത്രം മതി. സൈനിൽ സെക്കൻഡ് ക്വാഡ്രന്റ് പോസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ 3 മാർക്ക് നമ്മൾ എഴുതി, കോർഡിനേറ്റ്സ് കണ്ട് ചെയ്തു കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള വാക്കാണ് കേട്ടോ. അസോസിയേഷൻ. അസോസിയേഷനിൽ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ ദെയർ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ബി അറേഞ്ച്ഡ്? എപ്പോഴും ചോദിക്കുന്നൊരു മോഡൽ തന്നെയാണ് അസോസിയേഷൻ. ഞാൻ ഈ വാക്കൊന്ന് എഴുതിക്കോട്ടെ. അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ, അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്ന് എണ്ണുക എന്നുള്ളതാണ്. ടോട്ടൽ ലെറ്റേഴ്സ് നമുക്ക് എണ്ണാം. എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 ലെറ്റേഴ്സ് ഉണ്ട്. ഇനി റിപ്പീറ്റേഷൻ വേണം. റിപ്പീറ്റേഷൻ നോക്കാമല്ലോ നമുക്ക്. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? എ റിപ്പീറ്റ് 2 ടൈംസ് ആണ് അല്ലേ? 2 ടൈംസ് ആണ്. ഇനി എസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എസ് റിപ്പീറ്റഡ്, അതും 2 ടൈംസ് തന്നെയാണ്. ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഐ റിപ്പീറ്റ് ചെയ്യുന്നതും അത് 2 ടൈംസ് തന്നെയാണ്. ഓ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ലെറ്റേഴ്സാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതും 2 ടൈംസ് ആണ്. ഇങ്ങനെ റിപ്പീറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തതിൻ്റെ ആൻസർ എഴുതാം. ഒന്നാമത്തെ ആൻസർ ചോദ്യം എന്തായിരുന്നു? നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ ഫാക്ടോറിയൽസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. നിങ്ങളിത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 32400 എന്ന് പറഞ്ഞ് കിട്ടും. സോറി, 32400 അല്ല, 2494800. ഓക്കെ, ഇതാണ് ഒന്നാമത്തതിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കുക. ഹൗ മെനി ഓഫ് ദീസ് വേർഡ്സ് ഹാവ് ഓൾ വവ്വൽസ് ടുഗദർ? ഓൾ വവ്വൽസ് ടുഗദർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം അതിൽ വവ്വൽസ് ആരെല്ലാമാണെന്ന് കണ്ടുപിടിക്കുക. വവ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വവ്വൽസ് ഇവിടെ നിന്ന് എഴുതിയിട്ട് പോകാം, അതല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. വവ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ വരും, പിന്നെ ഒ വരും, പിന്നെ വീണ്ടും ഒരു ഐ, എ, ഐ, ഒ. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 6 ലെറ്റേഴ്സ് വവ്വൽസ് ഉണ്ട്. അപ്പോൾ നോക്കൂ, ശ്രദ്ധിക്കും. നമുക്ക് വവ്വൽസ് ഒക്കർ ടുഗദർ എന്ന് പറയുമ്പോൾ ഈ വവ്വൽസിനെ എല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിംഗിൾ ലെറ്റർ ആയിട്ട് വേണം പരിഗണിക്കാൻ. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച രീതിയാണ്. സിംഗിൾ ലെറ്റർ ആയിട്ട് പരിഗണിക്കുന്നു. അങ്ങനെ 11ൽ നിന്നും ബാക്കി 6 വവ്വൽസ് പോയാൽ കൺസോണൻസ് 5 പേരാണ്. അതിൻ്റെ കൂടെ ഒരു വവ്വൽ എന്ന് പറയുന്ന ആ ടോട്ടൽ ലെറ്റർ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6 എന്ന് പറയുന്നു അല്ലേ, ടോട്ടൽ ലെറ്റർ. അപ്പോൾ നമുക്ക് ഇനി ടോട്ടൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 5 കൺസോണൻറ്റ്, അതിൻ്റെ കൂടെ വവ്വൽസ് എല്ലാം കൂടി ചേർന്ന് വരുന്ന 1. ടോട്ടൽ എത്രയായി? 6 ആയി. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് വവ്വൽസ് ഒക്കർ ടുഗദറിൽ ചെയ്യുന്ന കാര്യം നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി വവ്വൽസ് എല്ലാത്ത റിപ്പീറ്റേഷൻ ആരെല്ലാം ഉണ്ടെന്നാണ്, എസ് മാത്രമേ ഉള്ളൂ, അവൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യുന്നു. ഇനി വവ്വൽസ് എത്ര പേരാ? 6 ടൈംസ് അല്ലേ, 6 പേരാണ്, 6 നമ്പേഴ്സാണ്. ആ ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കൂടാതെ വവ്വൽസിൽ ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. വവ്വൽസ് ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യണേ? എ റിപ്പീറ്റ് ചെയ്യുന്നു, ഐ റിപ്പീറ്റ് ചെയ്യുന്നു, ഒ റിപ്പീറ്റ് ചെയ്യുന്നു. 3 പേര് വവ്വൽസാണ്. ആ 3 പേരുടെയും എണ്ണം 2 ആയതുകൊണ്ട്
2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇൻ എഫക്റ്റ് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതിൻ്റെ ആൻസറാണ് നേരത്തെ നമ്മൾ പറഞ്ഞ 32400 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോജിക്ക് പെടുത്തും കിട്ടിയില്ലേ? വൗവൽസ് ഒക്കർ ടുഗദർ എടുക്കുമ്പോൾ വൗവൽസ് എല്ലാത്തിനെയും ഒരു സിംഗിൾ ലെറ്റർ ആയിട്ട് പരിഗണിച്ച് കൺസോണൻറ്റ് +1 ടോട്ടൽ ലെറ്റർ ആയിട്ട് പരിഗണിക്കുന്നു. റിപ്പീറ്റേഷൻ ഇല്ലാത്തവൻ ബൈ ഫാക്ടോറിയൽ വരുന്നു. പിന്നെ വൗവൽസിൻ്റെ എണ്ണം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ താഴെ വൗവൽസ് ആരെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? റൂട്ട് ക്ലിയർ ആണല്ലോ? ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഉടനെ 4ാമത്തേതിലേക്ക് പോകുന്നു. ഇത് നമ്മുടെ സെയിം ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യമാണ് കേട്ടോ. എക്സ്പാൻഡ് x+1/x⁻⁶. അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അവിടെ ഒരു ടാസ്ക് ആയിട്ട് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നുള്ളതാണ്. അത് നമുക്കൊന്ന് എക്സ്പാൻഷൻ എഴുതിയിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ്പാൻഷൻ എഴുതാൻ പോവുകയാണ്. x+1/x⁻⁶. എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും? റേസ് ടു 6 ആകുമ്പോൾ 7 എലമെൻറ്റ്സ് ഉണ്ടാകും. നമുക്ക് തുടങ്ങാം അല്ലേ? n 6 ആണെങ്കിൽ nc0 എന്ന് പറയുമ്പോൾ 6c0 x⁻⁶ ഒന്നാമത്തെ എലമെൻറ്റ്. ക്ലിയർ? ഇനി രണ്ടാമത്തെ എലമെൻറ്റ് എന്ത് വരും? 6c1 x⁻⁵ വരും. അവിടെ രണ്ടാമത്തെ ടൈമായിട്ടുള്ള 1/x പ്രത്യക്ഷപ്പെട്ടു. ഇനി നമ്മൾ 6c2 കോൺസ്റ്റൻറ്റ് 6c2 വരുന്നു. ഒന്നാമത്തെ ടൈമിൻ്റെ പവർ 1 കുറയും, രണ്ടാമത്തെ ടൈമിൻ്റെ പവർ 1 കൂടുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ 1/x² എന്ന് പറഞ്ഞാൽ 1/x² എന്നുള്ളതാണ്. അങ്ങനെ എഴുതി പോകുന്നു കേട്ടോ. ഇനി 6c3 ഇൻറ്റു x⁻³ ഇൻറ്റു 1/x³. ഇപ്പോൾ നമ്മൾ 4 ടൈംസ് എഴുതി. ഇനി 3 ടൈം കൂടി ഉണ്ട്. പ്ലസ് 3 ടൈം എഴുതാൻ പോകുന്നു. 6c4 x⁻² ഇൻറ്റു 1/x⁴ പ്ലസ് 6c5 ഇൻറ്റു x ഇൻറ്റു 1/x⁵ പ്ലസ് 6c6 ഇൻറ്റു 1/x⁶. ഇതാണ് എക്സ്പാൻഷൻ. നമ്മൾ ഇതിനെന്ത് ചെയ്യണം? ഈ എക്സ് ഒക്കെ ക്യാൻസൽ ആയി പോകും. പിന്നെ 6c0 6c1 ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ട് നമ്മൾ എടുത്ത് എഴുതണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നോക്കുക, 6c0 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x⁻⁶ എന്ന് പറഞ്ഞ് കിട്ടും. ഒരു എക്സ് ഇവിടെ ക്യാൻസൽ ആയി പോകുമ്പോൾ 5 4 ആയിട്ട് മാറും. പ്ലസ് 6x⁻⁴ എന്ന് പറഞ്ഞ് വരും. പ്ലസ് ഇനി x² 4ൽ 2 പ്രാവശ്യം പോകും. 6c2 15 ആണ്. 15x² എന്ന് പറഞ്ഞ് വരും. ഇനി x³ കംപ്ലീറ്റ് ക്യാൻസൽ ആയി പോകും. 6c3 എന്ന് പറയുന്നത് 20 ആണ്. പ്ലസ് 15 ഡിവൈഡഡ് ബൈ x²⁻⁴ 2 പ്രാവശ്യം പോകും. 15/x² എന്ന് പറഞ്ഞ് വരും. പ്ലസ് 6 ഡിവൈഡഡ് ബൈ എക്സ് ക്യാൻസൽ ആയി പോകുമ്പോൾ 4 പ്രാവശ്യം പോകുമ്പോൾ x⁻⁴ എന്ന് പറഞ്ഞ് വരും. അതുപോലെ തന്നെ 1 ഡിവൈഡഡ് ബൈ x⁻⁶. ഈ ടൈമിന് പറയുന്ന പേരാണ് എക്സ്പാൻഷൻ. ഒന്നാമത്തെ പ്രോബ്ലം 2 മാർക്ക് കിട്ടി നമുക്ക്. ഇനി അവിടെ വരുന്ന രണ്ടാമത്തെ പാർട്ട് ഉണ്ടല്ലോ, ഫ്രം ദ പാർട്ട് 1 ഒന്നാമത്തെ പാർട്ടിൽ നിന്നും റൈറ്റ് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മുടെ പഴയ സിലബസ് പ്രകാരം ഉള്ളൊരു ഭാഗമാണ്. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇല്ലാത്ത ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഡയറക്റ്റ് കാണാൻ ഫോർമുലയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്നും കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമാണ്. നമ്മൾ നോക്കിയാൽ മതി. ഇത്രയും 7 ടൈമിൽ 7 ടൈം കണ്ടില്ലേ? അതിൽ ഏത് ടൈമാണ് എക്സ് ഇല്ലാത്തത്? 20 അല്ലേ? അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസർ എത്ര വരും? നമുക്ക് 20 എന്ന് പറഞ്ഞു വരും. കാരണം ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, എക്സ് ഇല്ലാത്ത ടൈം എന്ന് പറയുന്നത് 20 ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ എത്രയാണ്? 20. അപ്പോൾ ലോജിക്ക് പെടുത്തും കിട്ടിയോ? ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് യെസ്. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ 4ാമത്തെ ചോദ്യം കിട്ടിയില്ലേ? ഇനി 5ാമത്തേലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 0 ആൻഡ് പാരലൽ ടു y ആക്സ്. ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച പെട്ടെന്ന് കാര്യം പെടുത്തും കിട്ടും. അതായത് 2 0 എന്ന് പറയുന്ന പോയിന്റ് എപ്പോഴും എക്സിൽ വരും. ഇനി അത് പാരലൽ ടു y ആക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ലൈൻ, എക്സിൻ്റെ 2 കടന്നു പോകുന്ന ലൈൻ, അതിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അതിന് ഇക്വേഷൻ എന്ത് വരും? നമുക്ക് പറയാം x = 2. അങ്ങനെയല്ലേ പഠിക്കുന്നത്? എക്സിൻ്റെ 2 കടന്നു പോകുന്ന ലൈൻ്റെ ഇക്വേഷൻ x = 2. എക്സിൻ്റെ 3 കടന്നു പോവുകയാണെങ്കിൽ x = 3. എക്സിൻ്റെ 1 കടന്നു പോവുകയാണെങ്കിലോ x = 1. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നു, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1 1 ഫ്രം ദ ലൈൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല, കാരണം ടെക്സ്റ്റ് ബുക്കിലത്തെ
സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന എക്സസൈസിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. രണ്ടാമത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, വേറൊരു വ്യത്യാസം വന്നിട്ടില്ല. -1 വെച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നേരെ എളുപ്പം ചെയ്യാൻ സാധിക്കും കേട്ടോ. ലാസ്റ്റ് എക്സസൈസിൽ അവിടെ കിടപ്പുണ്ട് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പോൾ അഞ്ചാമത്തെ പ്രോബ്ലം അത് ഞാൻ പറഞ്ഞിരുന്നു, ടെക്സ്റ്റ് ബുക്കിൽ നേരെ കോപ്പി പേസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് നോക്കി റെഫർ ചെയ്താൽ മാത്രം മതി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, ആറാമത്തത്. ഇനി ഇതും സെയിം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, എന്നാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഫോക്കൈ വെർട്ടിസസ് കാണുക. ഓക്കെ, ഇപ്പോൾ നമുക്കിത് ഈ എലിപ്സ് കാണുമ്പോൾ അറിയാം ഇത് എക്സ് ആക്സിസിൽ വരുന്ന, മേജർ ആക്സിസ് എക്സ് ആക്സിസ് വരുന്നത്, കാരണം എക്സ് സ്ക്വയറിൻ്റെ താഴെയാണ് വലിയ ടൈം എന്ന് പറയുന്നത്. സോ എ എന്ന് പറയുന്നത് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നു 6 ആണ്, ബി എന്ന് പറഞ്ഞ് കിട്ടുന്നു 4 ആണ്. ദെൻ ഫോക്കൈ സി കാണണം അല്ലേ, സി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 36 മൈനസ് 16 ഇസ് ഇക്വൽ ടു റൂട്ട് 20 എന്ന് പറഞ്ഞ് വരും. ശരിയല്ലേ, റൂട്ട് 20 അല്ലേ വരുന്നത്. ഓക്കെ, ഒന്നുകിൽ നമുക്കിത് 4 × 5 എന്നൊക്കെ എഴുതിയിട്ട് 2 റൂട്ട് 5 എന്ന് എഴുതാം, ഓർ റൂട്ട് 20 എന്ന് എഴുതാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ, ഫോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആക്സിലെ വരിക. അതെങ്ങനെ മനസ്സിലാക്കണം, മേജർ ആക്സിസ് ഏറ്റവും വലിയ വാല്യൂ എക്സിന് താഴെ ആയതുകൊണ്ട്, എക്സ് സ്ക്വയറിന് താഴെ ആയതുകൊണ്ട് മേജർ ആക്സിസ് എക്സ് ആയതുകൊണ്ട് ഫോക്കൈ എന്ന് പറയുന്നത് +or - C0. ദാറ്റ് മീൻസ് +or - റൂട്ട് 20, 0. ഓക്കെ, ഇനി അതിൻ്റെ വെർട്ടീസസ് എ ആണെന്നറിയാം, +or - 60 ആണെന്നറിയാം. ലാറ്റസ് റെക്റ്റം 2b² എക്സെൻട്രിസിറ്റി c/a നിങ്ങൾക്ക് ഇതിന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ സി മാത്രം കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായുള്ളൂ, ഞാനത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ എളുപ്പമുള്ളത് നമുക്ക് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കുക, ഇത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് 3D എന്നുള്ളത്. ഓക്കെ, 3D എന്നൊക്കെ ആകെ നമുക്കൊരു 3 മാർക്ക് ചോദ്യം ഉണ്ടാവാറുള്ളൂ, അത് വന്നു കേട്ടോ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 364 ഫ്രം XY പ്ലെയിൻ. ഇത് ഞാൻ ശരിക്കും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേക്കാം എങ്ങനെ ചിന്തിക്കണം എന്നുള്ള കാര്യം. 364 ഫ്രം XY പ്ലെയിൻ, ഒരു പ്ലെയിനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പ്ലെയിൻ ഏത് പ്ലെയിനാണ്, XY പ്ലെയിൻ ആണ്. അവിടെ മിസ്സിങ് ആയ ലെറ്റർ ഏതാണ്, ഇസഡ് ആണ്. ആ ഇസഡ് കോർഡിനേറ്റ് ആയിരിക്കുള്ളൂ അതിൻ്റെ ഡിസ്റ്റൻസ്. സിമ്പിൾ, 1 വേർഡല്ലേ ചോദിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ആൻസർ എന്ത് എഴുതണം, ഒന്നാമത്തെ ആൻസറായിട്ട് എത്ര കിട്ടി, ഇസഡ് കോർഡിനേറ്റ് 4 കിട്ടി, ഡിസ്റ്റൻസ് ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ആയിട്ട് പറയുകയാണ്, XY പ്ലെയിന് പകരമായിട്ട് YZ പ്ലെയിൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്ലെയിനിൽ മിസ്സിങ് ആയിട്ട് വരുന്ന ലെറ്റർ എക്സ് ആണ്. അപ്പോൾ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ആ ഡിസ്റ്റൻസ് എന്ന് പറയുക. അങ്ങനെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് 1 വേർഡിന് പഠിച്ചാൽ മതി. പഠിച്ചോളൂ അല്ലേ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇതുള്ള പരിപാടി നമുക്ക്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ ദ വെർട്ടീസസ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ പ്രത്യേകത 2 സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളതാണ്. ആകെ നമുക്ക് 3Dയിൽ പഠിക്കാനുള്ള ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. A 0 7 -10, അതുപോലെ B എന്ന് പറയുന്നത് 4 9 -6, C ആണ് 4 9 -6, B എന്ന് പറയുന്നത് 1 6 -6 ആണ്. ഐ തിങ്ക് ഇത് ടെക്സ്റ്റ് ബുക്കിലത്തെ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചോദ്യമാണ്. നമുക്കിത് ഡയറക്റ്റ് വാല്യൂ കിട്ടും. ജസ്റ്റ് ഒന്ന് ഒരു വാല്യൂ കാണിച്ചു തന്നേക്കാം. ഡിസ്റ്റൻസ് ഫോർമുല AB കണ്ടുപിടിക്കാം നമുക്ക്. AB അല്ലേ, റൂട്ട് ഓഫ് x2 - x1 the whole square പ്ലസ് y2 - y1 the whole square പ്ലസ് z2 - z1 the whole square. ചെയ്യാം നമുക്ക്. ചെയ്യുമ്പോൾ AB ആകുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എയും സെക്കൻഡ് പോയിന്റ് ബിയുമാണ്. അപ്പോൾ നമ്മൾ എഴുതും 1 - 0 the whole square പ്ലസ് 6 - 7 the whole square പ്ലസ് -6 - -10 the whole square. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, അതായത് റൂട്ട് 18 എന്ന് പറഞ്ഞു കിട്ടും, റൂട്ട് 18. ഇനി അതുപോലെ തന്നെ ബി സി നിങ്ങൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കാണുമ്പോഴും നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും അറിയാമോ, അതും റൂട്ട് 18 ആയിരിക്കും. അപ്പോൾ 2 ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അത് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ചെയ്തോളൂ ഇത്. ബി സി എന്നുള്ള വാല്യൂ കാണാനായിട്ട് സെയിം പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ 7ാമത്തെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ 8ാമത്തേക്ക് പോകുന്നു. ഇത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട ചോദ്യമാണ്. ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് വന്നു അല്ലേ, ലിമിറ്റ് എന്നുള്ള ഭാഗം നമുക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് ചെയ്യാൻ പോവുകയാണേ. 1ാമത്തെ ചോദ്യം ഞാൻ എടുത്ത് എഴുതി കാണിച്ചു തരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു n - 2 ആണ് കേട്ടോ. 2 റൈസ് ടു n ഡിവൈഡഡ് ബൈ എക്സ് - 2 ഇസ് ഈക്വൽ ടു 80 ആണെങ്കിൽ n എത്രയെന്ന് കാണാനാണ് പറയുന്നത്. n നമുക്കിത് ഏത് ഫോർമാറ്റാ,
n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1 ആണെന്ന്. അപ്പോൾ നമുക്ക് കൊടുക്കാം ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് n ഇൻറ്റു എ റേസ് ടു n മൈനസ് 1. എന്നിൻ്റെ സ്ഥാനത്ത് വാല്യൂ കണ്ടുപിടിക്കണം, a 2 ആണെന്നറിയാം. അപ്പോൾ n ഇൻറ്റു 2 റേസ് ടു n മൈനസ് 1 ഇസിക്കൽ ടു 80 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് നമുക്കൊരു കാര്യമുണ്ട്, ഇത് എളുപ്പം ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡൊന്നുമില്ല. നമ്മൾ എന്നിന് ട്രയൽ മെത്തേഡ് പോലെ 2, 3, 4, 5 അങ്ങനെ വാല്യൂസ് കൊടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്ത് 80 കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്നിന് 5 കൊടുത്ത് നോക്കുകയാണെങ്കിൽ 5 ഇൻറ്റു 2 റേസ് ടു 5 മൈനസ് 1 4 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, നമുക്ക് എന്താ ആൻസർ വരിക? 2 16 അല്ലേ. 5 ഇൻറ്റു 16 എന്ന് പറയുന്നത് 80 എന്ന് പറഞ്ഞ് കിട്ടും. സോ വാട്ട് ഈസ് n? n ഈസ് ഈക്വൽ ടു 5. ക്ലിയർ അല്ലേ? ഇത്രയുള്ള പരിപാടി. ട്രയൽ മെത്തേഡ് കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതേ മോഡലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ക്രിസ്മസ് പരീക്ഷയ്ക്കാണ് തോന്നുന്നു ഇങ്ങനെ ചോദ്യം വന്നിരുന്നത് അല്ലേ. ട്രയൽ മെത്തേഡുകൾ കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ രണ്ടാമത് ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത് ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക, അത് എഴുതുന്നത് ഇങ്ങനെയാണ്: ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് കോസ് 2x. അതിൻ്റെ വാല്യൂ 2 മാർക്കുണ്ട്, വാല്യൂ കാണാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ ലിമിറ്റ് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് സൈൻ എവിടെ കാണുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഒരു പ്രോപ്പർട്ടി എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ ടു 1 എന്നുള്ള പ്രോപ്പർട്ടി നമുക്ക് എപ്പോഴും ഓർമ്മ വരണം. ഈ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് മാത്രമല്ല എ എക്സ് വന്നെന്ന് വിചാരിക്കാം. എ എക്സ് വന്നു കഴിഞ്ഞ പ്രത്യേകത എന്താ? താഴെ എ എക്സ് വരണമെന്നല്ലേ ഉള്ളൂ. ഓക്കെ, കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ്? എക്സ് അല്ല സൈൻ പൈ എക്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ താഴെ പൈ എക്സ് തന്നെ വരണം. അപ്പോൾ നമ്മളിതിന് ഭംഗിയിൽ എഴുതുകയാണെങ്കിൽ എക്സ് ടെൻസ് ടു 0 സൈൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് അവിടെ ഉണ്ട്. എന്ത് ടേമാണ് മിസ്സിംഗ് ഉള്ളത്? ഇവിടെ പറഞ്ഞ പോലെ എ എക്സ് വരണമെങ്കിൽ പൈ കുറവാണ്. അപ്പോൾ നമ്മൾ പൈ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, താഴെയും മൾട്ടിപ്ലൈ ചെയ്യും, മുകളിൽ നമ്മൾ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ പോകുന്നുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ചെയ്തതാണ് കേട്ടോ. താഴെ നമുക്കിവിടെ ആരുണ്ട്? ഒരു കോസ് 2x ഉണ്ട്. നമുക്ക് ഇനി ആദ്യത്തെ ടേം ഇതെന്തായിട്ട് മാറുമെന്നറിയാം? 1 ആയിട്ട് മാറും. നമുക്ക് രണ്ടാമത്തെ ടേമിലും ഒരു എക്സ് ടേം ഉള്ളത് കൊണ്ട് അവിടെയും ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ സർക്കിൾ ചെയ്ത ഭാഗം 1 ആയിട്ട് മാറി അല്ലേ. 1 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പൈ ഡിവൈഡഡ് ബൈ കോസ് 2x. നോക്കൂ, എക്സിന് 0 കൊടുത്താൽ കോസ് 0 എത്രയാ? 1 ആണ്. അപ്പോൾ പൈ ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞ് വരും. ആൻസർ എന്ത് വരും നമുക്ക്? ദ ആൻസർ ഈസ് പൈ എന്ന് പറഞ്ഞു വരും. ഇത് ശരിയാക്കിയിരുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട്? ചെറിയൊരു ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ, രസം ചെയ്യാനുണ്ട് അല്ലേ. 2 മാർക്കിനുള്ള ചോദ്യം കഴിഞ്ഞു കണ്ടോ. 6ാമത്തെ 8ാമത്തെ പ്രോബ്ലം നല്ല സൂപ്പർ ചോദ്യം, അതിൽ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് ചെയ്യുന്നു. ക്ലിയർ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ, 9ാമത്തേലേക്ക് പോയിക്കോട്ടെ. ശ്രദ്ധിച്ചോ, ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് വിത്ത് 4 എലമെൻറ്റ്സ്. ഇതൊരു നല്ല വൺ വേർഡ് അനുസരിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്പർ ഓഫ് സബ്സെറ്റ് പഠിക്കുന്നത് ഇങ്ങനെയാണ്: 2 റൈസ് ടു n എന്ന് പറഞ്ഞാൽ അവിടുത്തെ എലമെൻറ്റ്. ഓക്കെ, പക്ഷേ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും 1 കുറയ്ക്കണം. 1 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ സബ്സെറ്റിൽ വരുന്ന ആ സെറ്റ് ഉണ്ടല്ലോ, സെറ്റ് എ എന്ന് പറയുകയാണെങ്കിൽ സെറ്റ് എ, അവനെ മൈനസ് ചെയ്യുക. അവനില്ലാത്ത ബാക്കി വരുന്ന എല്ലാ സെറ്റുകളെയും പറയുന്നതാണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് n നമ്പർ ഓഫ് എലമെൻറ്റ്സ് 4 ആയതുകൊണ്ട് നമുക്ക് എത്ര ആൻസർ കിട്ടും? നമുക്ക് 2 റൈസ് ടു 4 മൈനസ് 1 എത്ര ആൻസർ വരിക? 15. കണ്ടോ, ലോജിക്ക് പെടുത്തും കിട്ടിയോ? പ്രോപ്പർ സബ്സെറ്റിൻ്റെ ഇതാണ് ഇതിൻ്റെ 1ാമത്തെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. 2ാമത്തേലേക്ക് പോകാം. 2ാമത്തെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഇതുവരെ നമുക്ക് എപ്പോഴും നമ്പേഴ്സുകളായിരുന്നു സെറ്റ് ബിൽഡറിൽ നിന്ന് റോസ്റ്ററിൽ കൺവേർട്ട് ചെയ്യാൻ ഉണ്ടാവുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ക്യാരക്ടേഴ്സ് മീൻസ് ലെറ്റേഴ്സ് വരുന്ന ചോദ്യമാണ്. മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നൊക്കെയുള്ള ഭാഗങ്ങളുടെ വേർഡുകളുടെ ലെറ്റേഴ്സ് വരുന്ന ഭാഗം ശ്രദ്ധിക്കാം നമുക്ക്. എന്നിട്ട് എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി, എ മൈനസ് ബി കാണാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ സെറ്റ് എയും ബിയും ആദ്യമേ റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പോൾ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന വാക്കിലെ ലെറ്റേഴ്സ് റിപ്പീറ്റേഷൻ ഇല്ലാതെ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എം കോമ
മാത്തമാറ്റിക്സിൻ്റെ രണ്ടാമത് എ, ടി, എച്ച്, ഇ, ഇത്ര എഴുതി. ഇനി എഴുതേണ്ട ലെറ്റർ എം ആണ്. പ്രാവശ്യം എഴുതിയതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എം, എ വീണ്ടും വന്നിട്ടുണ്ട്, ടി വന്നു, ഐ അല്ലേ, സി, എസ്. ഇത്രയുമാണ് നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്ന് കിട്ടുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്, ശരിയല്ലേ? ഫിസിക്സ്. അപ്പോൾ ഫിസിക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഫിസിക്സ് എന്ന് പറയുമ്പോൾ പി ഉണ്ട്, എച്ച് ഉണ്ട്, വൈ, എസ്, ഐ, സി. വേറെ നമുക്ക് ലാസ്റ്റ് ഒരു എസ് വേണ്ട, കാരണം എസ് ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി അവർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എളുപ്പം എഴുതാൻ സാധിക്കും. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ? എ യൂണിയൻ ബി പറഞ്ഞിട്ടുണ്ട്. എ യൂണിയൻ ബി, 2 എലമെൻസിലെ എല്ലാ എലമെൻസും വേണമെന്നേ ഉള്ളൂ. ഓക്കെ, റിപ്പീറ്റേഷൻ പിന്നെ വരേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ വാക്ക് എഴുതാം. എം എ ടി എച്ച് ഇ ഐ സി എസ്, പി എച്ച് വൈ. എസ് എഴുതണോ? എസ് വേണ്ട, ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഐയോ, ഐയും എഴുതി കഴിഞ്ഞു. സിയോ, സിയും എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത്രയും എഴുതിയാൽ മാത്രം മതി അല്ലേ? എച്ചും വേണ്ട കേട്ടോ, കാരണം എച്ചും ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പി വൈ എന്ന് മാത്രം എഴുതിയാൽ മതി. നോക്കിയേ, എം എ ടി എച്ച് ഇ ഐ സി എസ് പി വൈ. ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുക. എച്ച് 2 പ്രാവശ്യം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരെണ്ണം കളഞ്ഞു കേട്ടോ. ഇനി എ ഇൻ്റർസെക്ഷൻ ബി, പിന്നെ രസമാണ് ചെയ്യാനായിട്ട്. എങ്ങനെയാണ്? കോമൺ എലമെൻറ്റ്സ് മാത്രം പറക്കിയെടുക്കുക. കോമൺ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എച്ച് വരും, പിന്നെ എന്ത് വരും? ഒരു ഐ വരും, പിന്നെയോ ഒരു സി വരും, പിന്നെയോ ഒരു എസ്സും വരും, ശരിയല്ലേ? കോമൺ എലമെൻറ്റ്സിന് അണ്ടർലൈൻ ചെയ്തു എളുപ്പെടുക്കാനായിട്ട്. അപ്പോൾ എച്ച് വരും, എസ് വരും, ഐ വരും, സി വരും. ഇതാണ് നമ്മളുടെ എ ഇൻ്റർസെക്ഷൻ ബി. ഒരെണ്ണം എവിടെയല്ലുള്ളൂ? അതാരാ? എ മൈനസ് ബി ആണോ ബി മൈനസ് ഐ ആണോ? അല്ലെ, എ മൈനസ് ബി ആണ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ മാത്രം ഉള്ള എലമെൻറ്റ്സ്, ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന എലമെൻറ്റുകളെ എടുത്ത് കളയണം, കോമൺ എലമെൻറ്റ് എടുത്ത് കളയണം. അപ്പോൾ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്യാത്ത എലമെൻറ്റുകൾ എയിൽ മാത്രമുള്ളവരാണ്, എയിലുള്ളവർ അല്ലേ? ആയിരിക്കേണ്ടത്? എം ഉണ്ട്, എ ഉണ്ട്, ടി ഉണ്ട്, ഇ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ കോമൺ ആയിട്ട് ബിയിൽ നിന്ന് ക്യാൻസൽ ആയി പോകുന്നവരാണ്. ഇത് നിങ്ങൾ എഴുതിയായിരുന്നോ? 3 എണ്ണം എഴുതി കഴിഞ്ഞാൽ മാർക്കാണ്. എത്ര മാർക്കാണ്? 3 മാർക്ക്. ഇപ്പോൾ 4 മാർക്കിൻ്റെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ 9 പ്രോബ്ലംസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യം നല്ല സ്മൂത്തായിട്ട് പോയില്ലേ? നല്ല ക്വസ്റ്റ്യൻ പേപ്പറായിട്ടൊക്കെ. അപ്പോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലെ നല്ലൊരു മോഡൽ തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യാനുള്ളൊരു മോഡൽ തന്നെയാണ്. അടുത്തിലേക്ക് പോകാം. 2ാമത്തെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യനാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. എപ്പോഴും ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എപ്പോഴും ചോദിക്കുന്നൊരു മോഡലാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ടാവുമല്ലോ, എടുത്ത് പിടിച്ചോ. ചോദ്യം: കൺസിഡർ ദ ഫോളോവിങ് ഗ്രാഫ്സ്. 1ാമത്തെ ചോദ്യം കണ്ടോ? വിച്ച് എമംഗ് ഡസിൻ റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ. ശ്രദ്ധിക്കുക കേട്ടോ. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു ഫംഗ്ഷനാണ് എല്ലാം തീരുമാനിക്കണം. ഫംഗ്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ഇമേജ് ഉണ്ടാവാൻ പാടില്ല. എങ്ങനെ 2 ഇമേജിനെ ഐഡൻറ്റിഫൈ ചെയ്യും? നോക്കുക, എക്സിൻ്റെ ഒരു പോയിന്റ് എടുക്കുക. 1ാമത്തെ ഗ്രാഫിൽ 1 എന്ന് പറയുന്നൊരു പോയിന്റ് എടുത്തു. ഞാനൊന്ന് ചെയ്തല്ലേ, ഡാർക്ക് ചെയ്യണ്ട, ഇൻറ്റു ടച്ചേക്കാം. 1 എന്നുള്ള പോയിന്റ്. ഈ പോയിന്റിൽ നിന്നും ഗ്രാഫിലേക്ക് മുകളിലേക്കോ താഴേക്കോ എവിടെയെങ്കിലും മുകളിലേക്ക് വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ ഗ്രാഫിൽ മീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് എന്നാണ് അർത്ഥം. ഒന്നിലേറെ പോയിന്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഒന്നിലേറെ ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. ഇവിടെയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താ? ഏത് പോയിന്റ് ആണെങ്കിലും, ഈ എക്സിലിൻ്റെ ഏത് പോയിന്റ് ആണെങ്കിലും നമുക്ക് ഒരു ഇമേജ്, ഒരു പോയിന്റ്, ഇങ്ങനെ ഒരു ഇമേജ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മുകളിലേക്ക് താഴേക്ക് എങ്ങനെ വരച്ചാലും ഒരു പോയിന്റിലേക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഇമേജ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് 2ാമത്തെ ഗ്രാഫിലും, ശരിയല്ലേ? ഏത് പോയിന്റിൽ നിന്ന് വരച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരു പോയിന്റിലേക്ക് ഗ്രാഫ് വരയ്ക്കാൻ സാധിക്കുള്ളൂ, ആണല്ലോ. പക്ഷെ 3ാമത്തേതിന് പ്രത്യേകം ശ്രദ്ധിച്ചോ. 3ാമത്തെ 1ൽ നിന്നും മുകളിലേക്കും വരയ്ക്കാം, താഴേക്കും വരയ്ക്കാം. കേട്ടോ, ഇവിടെയും 2 പോയിന്റ് കിട്ടി. രണ്ടും ഇമേജുകളാണ്. 1ന് എത്ര ഇമേജ് ഉണ്ട്? 2 ഇമേജ് ഉണ്ട്. 2നോ അതിന് 2 ഇമേജ് ഉണ്ട്. 3കോ 2 ഇമേജ് ഉണ്ട്. അപ്പോൾ ഡസ് നോട്ട് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരാണ്? സി ആണ് അതിൻ്റെ ആൻസർ. എങ്ങനെ മനസ്സിലായെന്ന് ഇവിടുത്തെ കിട്ടിയില്ലേ? ഗ്രാഫ് നോക്കിയിട്ട് എക്സിൽ നിന്നും ഗ്രാഫിലേക്ക് 2 പോയിന്റിലേക്ക് നമുക്ക് വരയ്ക്കാൻ പാടില്ല. ഒറ്റ പോയിന്റ് മാത്രമേ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ, ഇങ്ങനെ വരയ്ക്കുമ്പോൾ. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി 2ാമത്തെ ചോദ്യം: ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ഗ്രാഫ് ഇൻ എ. എ എന്ന് പറയുന്ന ഗ്രാഫ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് ഫംഗ്ഷനാണ്?
സിഗ്നം ഫംഗ്ഷൻ ആണെന്നറിയാം അല്ലേ. അപ്പോൾ സിഗ്നം ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചേക്കേണ്ടതാണ്. അത് റിയൽ നമ്പറാണ്. രണ്ടാമത്തെ ആൻസറാണ് കേട്ടോ. ഓക്കെ, ഇനി റേഞ്ചാണ് രസം. റേഞ്ച് എന്താ? 3 ഇൻറ്റിജേഴ്സ് മാത്രമേ ഉള്ളൂ. ആ ഇൻറ്റിജേഴ്സ് ആരൊക്കെയാണ്? 1 -1, പിന്നെ 0, പിന്നെ 1. അത് സിഗ്നം ഫംഗ്ഷൻ്റെ പ്രത്യേകതയാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തത്. ഓക്കെ, അതും എളുപ്പമാണ്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ഇൻ വിച്ച് ദ ഗ്രാഫ് ബി റെപ്രസെൻറ്റ്. മൂന്നാമത്തെ ഗ്രാഫ് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരയ്ക്കുമ്പോൾ പഠിച്ചേക്കുന്നതാണ്. ആ ഗ്രാഫ് ഏത് ഫംഗ്ഷനാണ്? സൈൻ എക്സ്. ഇത്രയുള്ള പരിപാടി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കാണ്. ഓക്കെ, ഡൊമൈൻ റേഞ്ച് ചെയ്തതിന് 2 മാർക്ക് കണ്ടോ. ശരിക്കും ഫംഗ്ഷൻ എന്നൊക്കെ വന്ന കണ്ടോ ഒരുപാട് സ്റ്റെപ്പ് ഒന്നും എഴുതാനില്ല. ഒന്നൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തീരും പരിപാടി കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ ഗ്രാഫ് നേരെ പഠിച്ച് പോകാൻ ശ്രദ്ധിച്ചോളുക. ഇനി 10ാമത്തെ ചോദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ 11ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. കോംപ്ലക്സ് നമ്പർ. ആകെ ഒറ്റ ചോദ്യം മാത്രമേ കോംപ്ലക്സ് നമ്പർ എന്ന് വരുള്ളൂ. അതിങ്ങനെ വന്നു കഴിഞ്ഞു. അവർ ചോദിച്ചേക്കണത് മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ. നോക്കാം നമുക്ക്. മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a square plus b square, 1 square plus 2 square, so 1 plus 4 is equal to 5. ഒരു മാർക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അടുത്ത 3 മാർക്കിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകണം. റൈറ്റ് ദ റിയൽ പാർട്ട് ഓഫ് ഇസഡ്. അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ടല്ലോ, രണ്ടാമത്തതിൽ 1 + i ഡിവൈഡഡ് ബൈ 1 - i. ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അല്ല. ഇത് കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് ഈ a+ib ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നേക്കുന്നത് നോക്കൂ, ന്യൂമറേറ്റർ ഒരു കോംപ്ലക്സ് നമ്പർ, ഡിനോമിനേറ്റർ ഒരു കോംപ്ലക്സ് നമ്പർ. അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ? ഇല്ല, ഡിവിഷനാണെന്ന് കണ്ട് മനസ്സിലാക്കണം. പക്ഷേ ചോദ്യം നിങ്ങൾക്ക് വരുന്നത് എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് a+ib എന്നോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അവിടെ നമ്മൾ കണ്ട് മനസ്സിലാക്കുക എന്താണ് അവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ. ഡിവിഷനാണ്. 2 കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ വരുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്താ? മോഡ് ഇസഡിൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ, അതനുസരിച്ച് നമ്മൾ ഡിനോമിനേറ്റർ നമുക്ക് അയ്യോടെ പറയാം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. മോഡ് ഇസഡ് സ്ക്വയർ അല്ലേ, ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ്, അതല്ലേ ഡിനോമിനേറ്റർ എന്ന് പറയുക, മോഡ് ഇസഡ് സ്ക്വയർ. ഇത് എന്താണ്? a+b ഇൻറ്റു a+b ദ ഹോൾ സ്ക്വയർ പോലെയാണ്. നമുക്കത് എഴുതുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2i പ്ലസ് i സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടുക a+b, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് പറയുമ്പോൾ i സ്ക്വയറിൻ്റെ വാല്യൂ മക്കളെ അറിയാമല്ലോ നമുക്ക്, -1. അപ്പോൾ ഇവിടെ വരുന്ന 1 പ്ലസ് 2i -1 എന്ന് പറഞ്ഞ് വരും. താഴെ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 ആയിട്ട് വരും. +1ഉം -1ഉം ക്യാൻസൽ ആകും. ആകെ എന്ത് വരും നമുക്ക്? 2i/2 2 ക്യാൻസൽ ആകുമ്പോൾ i. അങ്ങനെ i എന്ന് മാത്രമായിട്ട് ഒരിക്കലും കോംപ്ലക്സ് എഴുതാൻ പാടില്ല. അതിൽ റിയൽ പാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 0 ചേർത്തുകൊണ്ട് 0 + i എന്ന് പറഞ്ഞ് എഴുതി ഫിനിഷ് ചെയ്യുക. ഇതാണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരിക. റൈറ്റ് ദ റിയൽ പാർട്ട് ഓഫ് ഇസഡ്. നോക്കിയിട്ട് പറ, എത്ര റിയൽ പാർട്ട്? 0. ഇമാജിനറി പാർട്ടാണെങ്കിലോ 1 അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇനി ഒരു വെരിഫിക്കേഷൻ പറയുന്നത് ബി പാർട്ടായിട്ട്, വെരിഫൈ ദാറ്റ് മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് കോഞ്ചുഗേറ്റിൻ്റെ മോഡുലസ് ആണെന്നുള്ളത് ചെയ്യാം നമുക്ക്. സെയിം ആണ്, മീനിങ് രണ്ടും സെയിം ആയിട്ട് എപ്പോഴും. അത് ജനറൽ പ്രോപ്പർട്ടിയാണ്, ജസ്റ്റ് വെരിഫൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + i ആണ്. ഓക്കെ, അപ്പോൾ മോഡ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ സാധിക്കും √1 സ്ക്വയർ മീൻസ് 1 എന്ന് പറഞ്ഞു കിട്ടും. ക്ലിയർ. ഇനി ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 - i എന്നുള്ളതാണ്. ഇനി ഇസഡ് കോഞ്ചുഗേറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ, മോഡുലസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ, മോഡുലസ് ഓഫ് ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ √-1ൻ്റെ സ്ക്വയർ, അതും എന്ത് തന്നെ കിട്ടും? √1 തന്നെ കിട്ടും. കണ്ടോ, ഇസഡ് മോഡുലസ് എന്ന് പറയുന്നതും അതിൻ്റെ കോഞ്ചുഗേറ്റിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കുള്ളൂ. അതൊരു ജനറൽ തിയറമാണ്. അവർ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ, പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ചെയ്താൽ മാത്രം മതി. ഇത്രയുള്ള പരിപാടി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ 11 ചോദ്യങ്ങളാണ് കണ്ടേക്കുന്നത്. 11 ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ 12ാമത്തെ ചോദ്യം ലീനിയർ ഇൻഇക്വാളിറ്റി അല്ലേ, 4 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇൻഇക്വാളിറ്റി. ഇൻഇക്വാളിറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. 4x + 3 <
അപ്പോൾ നമ്മൾ സൊല്യൂഷൻ കാണണം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, 3 ഇങ്ങോട്ടും കൊണ്ട് പോകുന്നു, 5 ഇങ്ങോട്ടും കൊണ്ട് പോകുന്നു. ദാറ്റ് മീൻസ് 4x മൈനസ് 5x ലെസ് ദാൻ 7 മൈനസ് 3 മൈനസ് എക്സ് ലെസ് ദാൻ 4. ഇനി ശ്രദ്ധിക്കണേ, മൈനസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകത എക്സ് പോസിറ്റീവ് ആകും, 4 മൈനസ് 4 ആകും. അപ്പോൾ ഇന്നിക്വാളിറ്റി ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആകും. മറന്നു പോകരുത് കേട്ടോ, കാരണം അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്ന് പറഞ്ഞ് എഴുതുന്നത് എക്സ് മൈനസ് 4 അല്ല മൈനസ് 4-നേക്കാളും വലുതാണ്. ഇവിടെ ചെയ്ത സ്റ്റെപ്പ് എന്തായിരുന്നു, മൾട്ടിപ്ലൈഡ് ബൈ -1. അതൊന്ന് എഴുതിത്തരാൻ പോവുകയാണ്, ബൈ -1. എന്തിനു വേണ്ടിയാണ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ, ആ എക്സ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി മാത്രമേ, വേറെ ഒന്നും അവിടെ ഇല്ല കേട്ടോ, ഒന്നുമില്ല അവിടെ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -4 എന്ന് പറഞ്ഞു. നോക്കൂടാ, ഇതിന് നമുക്കൊരു ഇൻ്റർവെലാക്കി എങ്ങനെ പറയാം, എക്സ് എന്ന് പറയുന്നത് -4-നേക്കാളും വലുതാണ്. അപ്പോൾ -4 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് പറയുന്ന ഭാഗമാണ്, ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ, ശരി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത സൊല്യൂഷൻ, ഇതും ടെക്സ്റ്റ് ബുക്കിലത്തെ ഡയറക്റ്റ് ചോദ്യമാണ്, നമുക്ക് ചെയ്യണമെന്നില്ല. നമുക്കത് ഈ ചാപ്റ്ററിൽ നിന്നും ഒരു ചോദ്യമേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം ഒന്ന് ട്രൈ ചെയ്തേക്കാം. ചിലപ്പോൾ എങ്ങാനും വല്ല കൺഫ്യൂഷൻ വന്നാലോ എന്നുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇൻറ്റു 2 മൈനസ് എക്സ് ബൈ 3 എന്നുള്ളതാണ്. ചോദ്യം കറക്റ്റാണോ നോക്കിയേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം ചെയ്യേണ്ട കാര്യം ഡിനോമിനേറ്റർ ഇല്ലാതാകണം. അതിനുവേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഓക്കെ, ചെയ്യുമ്പോൾ 3 ഇൻറ്റു എക്സ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇൻറ്റു 2 മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3 എത്രയാണ്, 9 ആണ്. അപ്പോൾ 9 കൊണ്ടാണ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് വിൽ ബി 9x മൈനസ് 18. ക്ലിയർ അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 3 9 ആയതുകൊണ്ട് 3 ഇൻറ്റു 9 ഇൻറ്റു 18 വരും കേട്ടോ. ഇൻറ്റു ഇവിടെ എത്ര വരിക, 25. അപ്പോൾ 1 ഓരോ ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 25 എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 50 മൈനസ് 25x. ഇനി സാധാരണ ചെയ്യുന്ന പോലെ എക്സുകളെല്ലാം ഇപ്പുറത്തോട്ടും പോകുന്നു, കോൺസ്റ്റൻസ് എല്ലാം റൈറ്റിലേക്ക് പോകുന്നു. അപ്പോൾ 9x പ്ലസ് 25x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 പ്ലസ് 80. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68 എന്ന് പറഞ്ഞു വരും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 68 ഡിവൈഡഡ് ബൈ 34 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ 2, റൈറ്റ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി ചോദ്യം കഴിഞ്ഞിട്ടില്ല, അവർ മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നു. 1 മാർക്കല്ലേ അത്, 1 മാർക്കായിട്ട് മാർക്ക് ദ സൊല്യൂഷൻ ഓഫ് ദ പാർട്ട് 2 ഓൺ റിയൽ ലൈൻ, മീൻസ് നമ്പർ ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്പർ ലൈൻ വരയ്ക്കും, -∞ മുതൽ ഇൻഫിനിറ്റി വരെ. ഇതാണ് 2. ഇനി ശ്രദ്ധിക്കുക, ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തോട്ട് വരുന്ന ഭാഗമാണെന്ന് മനസ്സിലാക്കി. ഇനി പോയിന്റ് മാർക്ക് ചെയ്യണം. എങ്ങനെ മാർക്ക് ചെയ്യും നോക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ൻ്റെ അവിടെ ഒരു ഡാർക്ക് ഡോട്ട് വരയ്ക്കുക. കാരണം ഈസിക്കൽ സിമ്പിൾ ഉള്ളതുകൊണ്ടാണ്. ഏത് സൈഡിലേക്ക് പോകണം, ലെസ് ദാൻ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു, ഒരു ആരോ മാർക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചേക്കണം കേട്ടോ. ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങണമെന്ന് പറയാനായിട്ട്. ഇതാണ് അതിൻ്റെ നമ്പർ ലൈൻ്റെ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെയാണോ, ചെയ്തിരുന്നോ, കിട്ടിയായിരുന്നോ? ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ചോദ്യമല്ലേ, കുഴപ്പമുണ്ടാവില്ല, കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. റൈറ്റ്, ഒന്നാമത്തതും എളുപ്പമാണ്, ഡയറക്റ്റാണ്. NCA=NCB ആണെങ്കിൽ N=A+B എന്ന് പറയുന്ന പോലെ N=7+5 നമുക്ക് എന്ത് കിട്ടി, 12 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾ അടുത്ത കാർഡിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് നമുക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ചോദ്യമാണ്. കാരണം സാധാരണ നമുക്ക് ഓർ വരുന്ന രീതിയിലല്ല, ആൻഡ് വരുന്ന രീതിയാണ്. ശ്രദ്ധിച്ചേക്കാം. 4 cards are drawn from a pack of 52 cards. ഇനി ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ്. നിങ്ങൾ കാർഡിൻ്റെ പ്രോബ്ലം കാണുമ്പോൾ എന്തായാലും ഉറപ്പിക്കണം അതെന്തോ, അത് കോമ്പിനേഷൻ എന്ന് മനസ്സിലാക്കണം അല്ലേ. അതല്ലെങ്കിൽ ഉള്ള കീവേഡ് എന്തായിരുന്നു, നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് സെലക്ഷനാണ്. സെലക്ഷൻ വരുന്നത് കോമ്പിനേഷനിലാണ് കേട്ടോ. അവർ പറയുന്നത് നോക്കണേ, 3 റെഡ് ആൻഡ് 1 ബ്ലാക്ക്. ഞാനൊന്ന് എഴുതി കഴിഞ്ഞാൽ അത് എളുപ്പം പറയാൻ സാധിക്കും. 3 റെഡ് ആൻഡ് 1 ബ്ലാക്ക്. നോക്കാം. ഓക്കെ, 3 റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എത്ര റെഡ് ഉണ്ട്, ആകെ
പകുതി റെഡാണ്. 52ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 26 റെഡിൽ നിന്നും 3 വരുന്നു. സോ 26C3. ഇനി 1 ബ്ലാക്ക്, ടോട്ടൽ ഹാഫ്, അതായത് 52 ഇതിൻ്റെ പകുതി 26 ബ്ലാക്കിൽ നിന്നും 1 വരുന്നു. ദാറ്റ് മീൻസ് 26C1. ആൻഡ് ഈ സിമ്പിൾ നമ്മൾ എന്തായിട്ട് സൂചിപ്പിക്കണം? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ കൊടുത്തുകൊള്ളണം. ഇപ്പോഴത്തും കിട്ടിയോ? ഇതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. ആൻഡ് എപ്പോഴും അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. നിങ്ങൾ ആൻസർ കണ്ടെത്തിക്കോളൂ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ റെപ്രസെൻറ്റേഷൻ നോക്കിയാണല്ലോ, ഇത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിച്ച് കൊടുക്കുക. ഇനി അവർ പറയുന്ന അടുത്ത കാര്യം നോക്കിയേ, എക്സാക്ട്ലി 3 ace കാർഡ്സ് ശ്രദ്ധിച്ചോളണം കേട്ടോ. നമുക്ക് ആകെ എത്ര ഉണ്ട്? 4 കാർഡ് എടുക്കാമെന്നാണ് പറഞ്ഞേക്കണത് അല്ലേ. ഈ 3 എയ്സും 1 നോൺ എയ്സും വരണം എന്നുള്ളതാണ് അവിടുത്തെ ലോജിക്ക്. 3 എയ്സും 1 നോൺ എയ്സും. അപ്പോൾ നോക്കുക, എയ്സ് എന്ന് പറയുന്നത് ആകെ 4 ഉള്ളൂ. എ ആണ് എയ്സ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ 4 നിന്നും നമുക്ക് 3 വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4C3 ആൻഡ് ഒരു നോൺ എയ്സ് ആണ്. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. നോൺ എയ്സ് ആയിട്ട് ബാക്കി നമുക്ക് 48 കാർഡ് ഉണ്ടാകും. അതിൽ നിന്നും ഒരു കാർഡ് എടുക്കുന്നു. ദിസ് ഇസ് ദ കോമ്പിനേഷൻ. കണ്ടോ, 4 എയ്സ് കാർഡിൽ നിന്നും 3 എടുക്കുന്നു ആൻഡ് ഒരു നോൺ എയ്സ്. അങ്ങനെയല്ലേ പറയേണ്ടത്? ഓർ ഒരു നോൺ എയ്സ് എന്നല്ല പറയുക, ആൻഡ്. സോ നമുക്ക് ആൻസർ എത്ര കിട്ടി? 48C1 എന്ന് പറഞ്ഞ് കിട്ടി. ഒരു കാർഡ് 48 നോൺ എയ്സ് ആയിട്ടുള്ള 48 നിന്നും എടുത്തിരുന്നു. ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചതിൻ്റെ ആൻസർ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, പോകാം. ശരി, പ്രോബബിലിറ്റി എന്നുള്ള ചോദ്യം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ചോദ്യം തന്നെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് അല്ലേ, പ്രോബബിലിറ്റിയുടെ ഒക്കെ ആയിട്ട്. അപ്പം തുടങ്ങിയാലോ നമുക്ക്? ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചോളൂ കേട്ടോ. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 ഓപ്റ്റഡ് ഫോർ NCC, 32 ഓപ്റ്റഡ് ഫോർ SPC. അവിടെ ടെക്സ്റ്റ് ബുക്കിൽ NSS കണ്ടായിരുന്നു. ഓക്കെ, 24 ഓപ്റ്റഡ് ഫോർ ബോത്ത് NCC ആൻഡ് SPC. ഇഫ് വൺ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇസ് selected random, find the probability that the student opted for NCC or SPC, student has opted for neither NCC nor SPC. ചെയ്യാം നമുക്ക്. ബാക്കി പറഞ്ഞേക്കണം എന്താ? SPC ഉണ്ട് ബട്ട് നോട്ട് NCC ആണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ എളുപ്പം പറയാൻ വേണ്ടിയായിട്ട് നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാം, കുറച്ച് എളുപ്പത്തിന് വേണ്ടിയായിട്ട് കേട്ടോ. അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NCC എന്നും, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് NSS അല്ല, പഴയ ഓർമ്മ ഒന്നാണ് SPC. ഓക്കെ, SPC ആണെന്നാണ്. ശരി, ഇനി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം നമുക്ക്. ഓക്കെ, ഇനി അവിടെ 30 ഓപ്റ്റഡ് NCC, അതായത് നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് 30 ആണെന്ന് പറയുന്നുണ്ട്. 32 ഓപ്റ്റഡ് SPC, അപ്പോൾ നമ്പർ ഓഫ് ബി അല്ല SPC, അവർ 32 ആണെന്ന് പറയാം. നെക്സ്റ്റ് വായിച്ചേ, 24 ഓപ്റ്റഡ് ഫോർ ബോത്ത് NCC ആൻഡ് SPC. ബോത്ത് രണ്ടിലും വരുന്നവരാരാ? ഇൻ്റർസെക്ഷൻ. യെസ്, അപ്പോൾ നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 24 എന്ന് പറയുന്നുണ്ട്. നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് ആണ് ടോട്ടൽ സ്റ്റുഡൻസ് ആയിട്ടുള്ള 60 എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെയാണോ? തന്നിരിക്കുന്ന ഡാറ്റാസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഇതുപോലെ നമ്മൾ ഇങ്ങനെ എടുത്തെഴുതി. ഇനിയാണ് കഥ വരാൻ പോണത്. ഒന്നാമത്തെ ചോദ്യം എന്താ പറയണേ? ഓപ്റ്റഡ് ഫോർ NCC ഓർ SPC. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് NCC ഓർ SPC. ഓക്കെ, NCC ഓർ SPC, അതായത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഓർ എന്നുള്ളത് നമ്മൾ യൂണിയനായിട്ടും ആൻഡ് എന്നുള്ളത് നമ്മൾ ഇൻ്റർസെക്ഷനായിട്ടും പറയും അല്ലേ. എ ഓർ ബി, ഇതിൻ്റെ എ യൂണിയൻ ബി ആയിട്ട് മാറി. ഇക്വേഷൻ എന്താ? P ഓഫ് എ പ്ലസ് P ഓഫ് ബി മൈനസ് P ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ നമുക്ക് ഈ 3 ടേമിൻ്റെയും വാല്യൂ അറിയാം, നമ്പർ അറിയാം. ബൈ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ നമ്പർ ഓഫ് എയും നമ്പർ ഓഫ് ബിയും, നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കൊണ്ട് 3 60 കൊണ്ട് ടോട്ടൽ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പ്രോബബിലിറ്റി ആയിട്ട് മാറുക. സോ പ്രോബബിലിറ്റി ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാമോ? P ഓഫ് എ എന്ന് പറയുമ്പോൾ 30 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 60 മൈനസ് 24 ഡിവൈഡഡ് ബൈ 60.
62 മൈനസ് 24 എന്ത് കിട്ടും നോക്കുക. 62 മൈനസ് 24 എന്ന് പറയുമ്പോൾ 38 അല്ലേ, നോക്കിയേ. ഓക്കെ, ഡിവൈഡഡ് ബൈ 60. അത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 19 ഡിവൈഡഡ് ബൈ 30 എന്ന് പറഞ്ഞ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു ചോദിച്ചേക്കുന്നത് നെയ്തർ NCC നോർ SPC. നെയ്തർ NCC നോർ SPC വരാം, നമുക്കതിലേക്ക് വരാം. കറക്റ്റ് കീവേഡ് നമുക്കുണ്ടല്ലോ. നെയ്തർ NCC നോർ SPC അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് എഴുതുന്ന പേരാണ് പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻറ്റ്. രണ്ടിലുമില്ല, SPCയിലുമില്ല, NCCയിലുമില്ല. അപ്പോൾ A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് ഡിമോർഗനിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. ഇത് ഡയറക്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. A യൂണിയൻ B ദ ഹോൾ കോംപ്ലിമെൻ്റ് ആണ് നെയ്തർ A നോർ B എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ പറയണം 1 മൈനസ് P ഓഫ് A യൂണിയൻ B. P ഓഫ് A യൂണിയൻ B നമുക്ക് കിട്ടിക്കഴിഞ്ഞു 19/30 അല്ലേ, 19. അപ്പോൾ 1 മൈനസ് 19/30 എന്ന് പറയുമ്പോൾ ദ സിമ്പിൾ ആൻസർ ഈസ് 11/30 അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 മൈനസ് 19 ഇത് സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം. 30 മൈനസ് 19, 13 ആണ്, പോസിറ്റീവാണ്, മൈനസ് 19. സോ 13 19 പോകുമ്പോൾ 11/30 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ആൻസർ. മൂന്നാമത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം പറയുന്നത് എന്താ? ഓപ്റ്റഡ് ഫോർ SPC ബട്ട് നോട്ട് NCC. ഞാനൊരു വെൻ ഡയഗ്രം പെട്ടെന്ന് വരയ്ക്കുകയാണെങ്കിൽ അതിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ഇവിടുത്തെ കിട്ടും. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ സെറ്റ് A, രണ്ടാമത്തെ സെറ്റ് B. ഇതാണ് NCC, ഇതാണ് SPC. ഓക്കെ, യൂണിയൻ. ഇവർ പറയുന്നത് എന്താ? ചോദ്യം പറയുന്നത് എന്താ? സ്റ്റുഡൻറ്റ് ഓപ്റ്റഡ് ഫോർ SPC ആണ്, പക്ഷെ എന്തല്ല, NCC അല്ല. ശ്രദ്ധിക്കണേ, ദി ഭാഗമാണ്, ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന ഭാഗമാണ് അതിൻ്റെ സൊല്യൂഷൻ. SPC ആണ്, പക്ഷെ എന്തല്ല, NCC അല്ല. ആ കോമൺ എലമെൻറ്റിലേക്ക് നമുക്ക് വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ഓപ്റ്റഡ് ഫോർ SPC ബട്ട് നോട്ട് NCC. മൂന്നാമത്തതിൻ്റെ ആൻസർ നമുക്ക് വെൻ ഡയഗ്രം ഒക്കെ വരച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് അതിൽ നിന്ന് കൺവേ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് SPC നോട്ട് NCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് A. അങ്ങനെയല്ലേ പറയുക? ബിയിൽ മാത്രം, ഈ സെറ്റിൻ്റെ പേര് A എന്നും ഇവൻ്റെ പേര് B എന്നുമാണെങ്കിൽ ബിയിൽ മാത്രം ഉള്ളവർ. എങ്ങനെ ബിയിൽ മാത്രമുള്ളവനെ കാണാം? ശ്രദ്ധിച്ച മക്കളെ, P ഓഫ് B എന്ന് പറഞ്ഞു വരുന്ന കംപ്ലീറ്റ് സർക്കിൾ ഉണ്ടല്ലോ, കംപ്ലീറ്റ് സർക്കിൾ. ആ കംപ്ലീറ്റ് സർക്കിളിൽ നിന്നും ആ ഇൻ്റർസെക്ഷനായിട്ട് നടുക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവന് മൈനസ് ചെയ്താൽ മാത്രം മതി. മൈനസ് P ഓഫ് A ഇൻ്റർസെക്ഷൻ B. കണ്ടോ? അപ്പോൾ നമുക്ക് ഇത്രയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ നമുക്കറിയാം. B എന്ന് പറഞ്ഞാൽ 32 ആണ്, ബൈ 60 എടുക്കുമ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ആകും. ഇൻ്റർസെക്ഷൻ ആകുമ്പോഴോ 24 ആണ്, ബൈ 60 എടുക്കുമ്പോൾ അത് പ്രോബബിലിറ്റി ആയിട്ട് മാറും. ഇൻ ദ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 8/60. സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 4 കട്ടായി പോകും അല്ലേ. അപ്പോൾ 2/15 എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഫോമിലേക്ക് എത്തും. ക്ലിയർ ആണ് പറഞ്ഞത്? ഇതാണ് നമ്മളുടെ പ്രോബബിലിറ്റി എന്ന് വന്നിരിക്കുന്ന 4 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. അടുത്തേക്ക് പോകാം. യെസ്, ദെൻ അടുത്ത ചോദ്യം സ്ട്രെയിറ്റ് ലൈൻ 4 മാർക്ക് വന്നിരിക്കുന്നു. നല്ലൊരു ചോദ്യമാണ് കേട്ടോ, നല്ല അടിപൊളി ചോദ്യമാണ്. നമുക്ക് ചിലതൊക്കെ നമുക്ക് എളുപ്പം കിട്ടും. ലാസ്റ്റ് മൂന്നാമത്തവനാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്നുള്ള വാക്കൊക്കെ നമുക്ക് കാണുമ്പോൾ ശ്രദ്ധിക്കണം. ചോദിക്കുക, കൺസിഡർ ദ സ്ട്രെയിറ്റ് ലൈൻ x മൈനസ് 3y പ്ലസ് 4 = 0. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ഗിവൺ ലൈൻ. തന്നേക്കൺ ലൈൻ്റെ അല്ല, പെർപെൻഡിക്കുലർ ലൈൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? x മൈനസ് 3y പ്ലസ് 4 = 0 എന്ന് പറയുന്ന ലൈനിൽ നിന്നും ഗിവൺ ലൈൻ സ്ലോപ്പ് ഓഫ് ഗിവൺ ലൈൻ കണ്ടുപിടിക്കുക. എങ്ങനെ കാണണം? -a/b. എയുടെ സ്ഥാനത്ത് എക്സ് കോർഡിനേറ്റിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യനെ പറയുന്നതാണ് a, വൈയുടെ കോഎഫിഷ്യനാണ് b. അപ്പോൾ എക്സിൻ്റെ കൂടെ 1ഉം വൈയുടെ കൂടെ -3യുമാണ് അല്ലേ. -a/b എന്ന് പറയുമ്പോൾ -1/-3 = 1/3 എന്ന് പറയും. ക്ലിയർ? ഇനി നമുക്ക് വേണ്ട എന്താ? ഈ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് ഓഫ്
പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് m1 ഇൻറ്റു m2 -1 എന്നല്ല പറയുക. ദറ്റ് മീൻസ് -1/m1, അതായത് -1/1/3 എന്ന് പറഞ്ഞ് കിട്ടും. 1/3 റെസിപ്രോക്കലായിട്ട് മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ആയിട്ട് മാറും. സോ ദ ആൻസർ ഈസ് -3. കണ്ടോ, ഇതാണ് ഒന്നാമത്തെ ലൈനിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പെർപെൻഡിക്കുലർ ടു ദ എബോവ് ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ്. ഒരു പോയിന്റ് പറയുന്നുണ്ട് 1 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്ലോപ്പും കിട്ടി പോയിന്റും കിട്ടി എന്നുണ്ടെങ്കിൽ രണ്ടാമത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പോയിന്റും അറിയാം, പിന്നെന്താ അറിയാം, സ്ലോപ്പും അറിയാം. അങ്ങനെയാണെങ്കിൽ ഏത് ഫോമാ? പോയിന്റ് സ്ലോപ്പ് ഫോം. y മൈനസ് y1 ഇസിക്കൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പോൾ x1 y1 ആണ് പാസ് ചെയ്യുന്ന പോയിന്റ് 1 ടു m -3 കിട്ടിയല്ലേ. കൊടുക്കാം നമുക്ക്. y മൈനസ് 2 ഇസിക്കൽ ടു -3 ഇൻറ്റു എക്സ് മൈനസ് 1. ഇത് -3നെ മൾട്ടിപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. y മൈനസ് 2 ഇസിക്കൽ ടു -3x പ്ലസ് 3 എന്ന് വരും അല്ലേ. -3 ഇൻറ്റു -1 പ്ലസ് 3 അല്ലേ. എല്ലാ ടൈം ഇങ്ങോട്ട് കൊണ്ടുപോവുക. എല്ലാ ടൈം ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 3x പ്ലസ് ആയിട്ട് മാറി അല്ലേ, മൈനസ് പ്ലസ് ആയിട്ട് മാറി. പിന്നെ ഒരു y ഇവിടെ ഉണ്ടായിരുന്നു, ഒരു -2 വീടുണ്ട്, -3 ഉണ്ട്, ഇസിക്കൽ 0. 3x പ്ലസ് y മൈനസ് 5 ഇസിക്കൽ ടു 0 എന്നുള്ളതാണ് അവിടുത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇതാണ് അവിടുത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തേലേക്ക് പോവുക. ശ്രദ്ധിച്ചോണം കേട്ടോ, നല്ലൊരു ചോദ്യമാണ്. മൂന്നാമത്തത് പെർപെൻഡിക്കുലർ ആണല്ലോ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഗിവൺ ലൈൻ ആൻഡ് ദ ലൈൻ ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് 2 എന്നുള്ളതാണ്. അതായത് പാസ് ചെയ്യുന്ന ലൈനും ഗിവൺ ലൈനും തമ്മിലുള്ള, അതായത് ഈ പെർപെൻഡിക്കുലർ ലൈനും ഗിവൺ ലൈനും തമ്മിലുള്ള പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ലൈൻ്റെ ഇക്വേഷൻ ഞാൻ ഒന്ന് എടുത്ത് ഞാൻ പോവുകയാണ്. എക്സ് മൈനസ് 3y ഈസിക്കൽ ടു, നമുക്കതിനെ -4 എന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 1. +4 അപ്പുറത്തോട്ട് പോകുമ്പോൾ -4 ആക്കി എഴുതിയതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ഇക്വേഷൻ 3x + y ഈസിക്കൽ ടു 5, അതായത് -5 അപ്പുറത്തേക്ക് പോകുമ്പോൾ +5 ആയിട്ട് മാറും. മക്കളെ, നമ്മൾ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ, രണ്ട് ലൈൻസ് ക്രോസ് ചെയ്യുമ്പോഴുള്ള ഇൻ്റർസെക്ഷൻ, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈൻസ് പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് പോലെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ്. നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടില്ലേ, ഈ രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഗുണമെന്ന് പറയുന്നത് വൈയുടെ കോഎഫിഷ്യൻറ്റ് +3 ആകും. അപ്പോൾ 3 ആകുമ്പോൾ +3 -3 ആണ്. മുകളിലൊരു -3y ഉണ്ടല്ലോ ഒന്നാമത്തെ ഇക്വേഷനിൽ, അങ്ങനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ, അത് നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എക്സ് സെയിം ആക്കാനായിട്ട്. ഇവിടെ നമ്മൾ എന്ത് തീരുമാനിച്ചു, y എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് രണ്ടാമത്തവനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9x + 3y = 15. പുതിയ ഇക്വേഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 3. ഈ ഫസ്റ്റ് ഇക്വേഷൻ വീണ്ടും എടുത്ത് എഴുതുക. എന്താണത്? ഇക്വേഷൻ നമ്പർ 1. ഇനി 3യും 1ഉം നോക്കുക. ഇപ്പോൾ കണ്ടോ, y എന്ന് പറയുന്നതിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്, +or - ഇട്ടുന്നല്ലേ ഉള്ളൂ, നോ പ്രോബ്ലം. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇക്വേഷൻ 3യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 9x + x 10x ആകും. y 0 ആയിട്ട് മാറി, ഇവിടെ 11 എന്ന് പറഞ്ഞ് കിട്ടും. സോ x = 11/10. കണ്ടോ, എക്സിൻ്റെ കോർഡിനേറ്റ് കിട്ടി. ഇനി y കാണണ്ടേ. y സാധാരണ കാണണം എങ്ങനെയാ, പുട്ട് x = വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം നമുക്ക്. അപ്പോൾ 11/10 -3y = -4. ഇത് അങ്ങോട്ട് പോകുന്നു. -3y = -4 -11/10. ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. നോക്കി, സാധാരണ നമ്മളിങ്ങനെ നമ്പേഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതുപോലെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും അല്ലേ. അപ്പോൾ നമുക്ക് -40 -11 ആണേ, -11 /10 എന്ന് പറഞ്ഞ് കിട്ടും. -3y = ദാറ്റ് മീൻസ് -3y = -51/10. അപ്പുറത്തും മൈനസ് ക്യാൻസൽ ചെയ്യുന്നു, 3 അങ്ങോട്ട് പോകും, മൾട്ടിപ്ലിക്കേഷൻ എന്താവും, ഡിവിഷൻ ആകും.
ദാറ്റ് മീൻസ് ഇതിൻ്റെ ബാക്കി എഴുതാൻ പോവുകയാണ് y is equal to 51/10 ഇൻറ്റു 1/3. 3 എന്നുള്ളത് ഇവിടെ ക്യാൻസലായിട്ട് 17 പ്രാവശ്യമായിട്ട് പോകും. സോ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17/10 ആകും. ദ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 11/10 y കോർഡിനേറ്റ് 17/10 കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് പോയിന്റ് കാണാനൊക്കെ ആയിട്ട്, പക്ഷേ ഇവരെടുത്ത് ചോദിച്ചു ക്രോസിംഗ് പോയിന്റ് കാണാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. പേഴ്സിഫിക്കേഷൻ പണ്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്താൽ മാത്രം മതി കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇത് ചോദ്യം നമ്മുടെ കോണിക് സെക്ഷനിൽ നിന്ന് വരുന്ന സർക്കിളും പരാബോളയും കൂടി ഇടകലർന്ന് വരുന്ന 4 മാർക്കിന് ചോദ്യങ്ങളുടെ ചോദ്യമാണ്. നല്ല അടിപൊളി ചോദ്യമാണ്. എലിപ്സ് കഴിഞ്ഞു അല്ലേ, എലിപ്സിൻ്റെ ചോദ്യം വന്നു. സർക്കിളാണ് പരാബോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഉണ്ട്. അപ്പോൾ ഹൈപ്പർബോള മാത്രമേ ഇതിന് ഒഴിവാക്കിയിട്ടുള്ളൂ. 3 എണ്ണം കൂടി ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചേ, ഇക്വേഷൻ ഓഫ് ദ പരാബോള പറയുന്നുണ്ട് y² = 8x. അപ്പോൾ y² = 8x എന്ന് പറയണത് അല്ലേ, 8x എന്നല്ലേ പറയണേ, 8x ആണ്. y² = 4ax ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പോൾ a എന്ന് പറയുന്നത് എത്ര വരും, നമുക്ക് 2 വരും. കമ്പയർ ചെയ്തു. ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം. ഫൈൻഡ് ദ ഫോക്കസ് എസ്. എ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് ആയില്ലേ, അപ്പോൾ അതിന് എഴുതിക്കൊള്ളുക. എസ് എക്സ് ആക്സ് ആയതുകൊണ്ട് a,0 ദാറ്റ് മീൻസ് 2,0. കണ്ടോ, ഫോക്കസ് കണ്ടു കഴിഞ്ഞു. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a, 4 × 2 8 കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ലാറ്റസ് റെക്റ്റം L' ഓഫ് ദ പരാബോള ഇസ് ദ കോഡ് ടു ദ സർക്കിൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ശരിയാണ് അല്ലേ, അതൊരു കോഡായിട്ട് നമുക്ക് പരിഗണിക്കാം. റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. ഇനി നമുക്ക് പരാബോള പരിപാടി കഴിഞ്ഞു, സർക്കിളിലേക്ക് പോകണം. സർക്കിളിലേക്ക് പോകാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, നോക്കൂ, നമുക്ക് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ പറയണേ, x² + y² = r². എന്തുകൊണ്ട് x² y² ആയി? ഒറിജിനാണ് സെൻറ്റർ. അപ്പോൾ x - h ഉം y - k എന്നും പറയുന്നില്ല. x² + y² = r². റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഒറിജിനിൽ നിന്നും L എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിലേക്കുള്ള ദൂരമാണ് റേഡിയസ് എന്ന് പറയുക. അപ്പോൾ ഈ L എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ശരിയല്ലേ? എങ്ങനെ കോർഡിനേറ്റ് കിട്ടും? ഈ എസ് എന്നുള്ള പോയിന്റ് 2,0 ആണ്. നമ്മൾ ലാറ്റസ് റെക്റ്റം ടോട്ടൽ എത്രയാ, 4a ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഇങ്ങോട്ടുള്ള അളവ് 2aയും ഇവിടെ ഇങ്ങോട്ടുള്ള അളവ് 2aയുമാണ്. ആ രണ്ട് ലെങ്ത്തും കൂട്ടുമ്പോഴാണ് 4a എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞേ, എക്സ് കോർഡിനേറ്റ് 2 ആയതുകൊണ്ട് എല്ലിൻ്റെ എക്സ് കോർഡിനേറ്റും 2 തന്നെയാണ്. വൈ കോർഡിനേറ്റ് ഹൈറ്റ് എത്ര വരും? 2 × a. 2 × aയും 2 തന്നെയല്ലേ? 2 × 2 4. കണ്ടോ? അപ്പോൾ എൽ എന്ന് പറയുന്ന പോയിന്റ് 2,4 ആണ്. അവിടെ നിന്ന് ഒറിജിനിൽ നിന്നുള്ള ദൂരം കാണണം നമുക്ക്. അപ്പോൾ റേഡിയസ് കണ്ടു കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാമെന്ന് പറഞ്ഞേ, ഇക്വേഷൻ എഴുതാം. അപ്പോൾ റേഡിയസ് കാണാൻ പോവുകയാണേ. റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √, നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല x2 - x1² എന്ന് പറയുന്ന പോലെ. അപ്പോൾ 2 - 0 അല്ലേ, 2 - ഒറിജിൻ അല്ലേ പോയിന്റ്, (² + 4 - 0) ദാറ്റ് മീൻസ് √2² + 4². എന്ത് കിട്ടും നമുക്ക്? √20 കിട്ടും. റേഡിയസ് 6 കിട്ടി. ഇക്വേഷൻ നമ്മൾ എഴുതിയ എന്താ? x² + y² = r². ഇപ്പോൾ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് x² + y² = r² എന്ന് പറയുമ്പോൾ റൂട്ട് ക്യാൻസൽ ആകും. എന്തായാലും മാറും? 20 എന്ന് പറഞ്ഞു വരും. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ എന്തിൻ്റെ ഇക്വേഷൻ. ഇത് 4 മാർക്കിൻ്റെ 16ാമത്തെ ചോദ്യം കഴിഞ്ഞു. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലായി വിശ്വസിക്കുകയാണ്. ഇനി നമുക്കൊരു 4 ചോദ്യം കൊണ്ട് ചെയ്യാനുണ്ട്, അതിലേക്ക് പോകാൻ പോകുന്നു. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ, ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് 6 മാർക്ക് വന്നിരിക്കുകയാണ്. 2, 4, 6 മാർക്ക്. ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ഈ 17ാമത്തെ 1 ഇത് ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല കേട്ടോ, എന്നിൻ്റെ വാല്യൂ കാണാനായിട്ട്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടല്ലോ, അത് ബേസ് ചെയ്താൽ മാത്രം മതി. രണ്ടാമത്തെ ചോദ്യം ചെയ്യാം നമുക്ക്. ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ജോമെട്രിക് പ്രോഗ്രഷൻ ഈസ് 16. സം ഓഫ് നെക്സ്റ്റ് 3 ടേംസ് ഈസ് 128. നമുക്ക് നോക്കാം.
അപ്പോൾ സാധാരണ ജി പി എടുക്കുമ്പോൾ എ ആർ സ്ക്വയർ എന്നൊക്കെയല്ലേ പറയാറ് നമ്മൾ ടേംസിനെ. അപ്പോൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുക, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എയും കോമൺ റേഷ്യോ ആറുമാണ്. ക്ലിയർ? ദെൻ നമുക്ക് അവർ പറയുന്ന ആദ്യത്തെ കാര്യം സം ഓഫ് ഫസ്റ്റ് 3 ടൈംസ് എ ആർ സ്ക്വയർ, അതിൻ്റെ ആൻസർ 16 ആണ്. നെക്സ്റ്റ് 3 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ ആർ ക്യൂബ്, എ ആർ റേസ് ടു 4 പ്ലസ് എ ആർ റേസ് ടു 5. എത്രയാണ് പറയണേ? 128. എന്ത് കാണണം? നമുക്ക് എ കാണണം. നോക്കൂ, ഈ ഇക്വേഷനിൽ നിന്നും ഇവിടെ നിന്നും ഈ ഇക്വേഷൻ കണ്ടില്ലേ, അവിടെ നിന്നും നമുക്ക് ഉറപ്പായിട്ടും ആർ സ്ക്വയർ കോമൺ ആണ്. ആർ സ്ക്വയർ അല്ല, ആർ ക്യൂബ് കോമൺ ആണ് അല്ലേ? ആർ ക്യൂബ് കോമൺ ആണ് അല്ലേ? എല്ലാത്തിലും ഉണ്ട്. പുറത്തേക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ ആർ ക്യൂബ് ഇൻറ്റു പുറത്തേക്ക് എടുത്ത് നോക്കിയേ, എ ആർ ക്യൂബിൽ നിന്നും ആർ ക്യൂബ് പോന്നു കഴിഞ്ഞാൽ എ മാത്രമാണ്. എ ആർ റേസ് ടു 4ൽ നിന്നും എ ഉണ്ടാകും, ആർ റേസ് ടു 4ൽ നിന്ന് ക്യൂബ് പോന്നു കഴിഞ്ഞാൽ ഒരു ആർ ഉണ്ടാകും, പിന്നെ ഇവിടെയാണെങ്കിലോ ഒരു ആർ സ്ക്വയർ ഉണ്ടാകും. ഇതാണ് എന്ത്? 128. ഇത്രയും കാര്യം ഓക്കെയാണോ? ഓക്കെയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇവന് 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 2/1 ചെയ്യുന്നു, ഡിവിഷൻ ചെയ്യുന്നു. അപ്പോൾ രണ്ട് സൈഡും ചെയ്യണം, LHSും ചെയ്യണം, RHSും ചെയ്യണം. 2/1 എന്ന് പറയുമ്പോൾ ആർ ക്യൂബ് ഇൻറ്റു എ പ്ലസ് എ ആർ സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് എ ആർ സ്ക്വയർ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ സെയിം ചോദ്യമാണെങ്കിൽ കൂടി ഒന്ന് ചെയ്തതാണ്, കാരണം ഒത്തിരി ട്വിസ്റ്റിംഗ് വരുന്നുള്ളതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയിട്ട് മക്കളെ, ഈ ബ്രാക്കറ്റും ഡിനോമിനേറ്ററും സെയിം ആയതുകൊണ്ട് ക്യാൻസലായി. ഇവിടെ നമുക്ക് എത്ര കിട്ടും ചെയ്യുമ്പോൾ? ഇതും 8 കിട്ടൂലേ? 8 48. ശരിയാണ്. ഓക്കെ, അപ്പോൾ ആർ ക്യൂബ് എന്ന് പറയുന്നത് 8 കിട്ടിക്കഴിഞ്ഞാൽ 8 എന്തിൻ്റെ ക്യൂബാണ്? 2ൻ്റെ ക്യൂബാണ് അല്ലേ? ദെർഫോർ ആർ ഇസിക്കൽ ടു നമുക്ക് പറയാം 2 ആണെന്ന് പറയാം. അപ്പോൾ ചോദ്യം നമ്പർ 1 കോമൺ റേഷ്യോ കിട്ടി. ഇനി ആര് കാണണം? ഫസ്റ്റ് ടേം കാണണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ഉണ്ടല്ലോ, അവിടെ ആറിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കാം. നമുക്ക് ചെയ്യാം, നല്ല കോമൺ റേഷ്യോ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രം ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? എ പ്ലസ് എ ആർ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണെന്ന്. അപ്പോൾ നമ്മൾ എഴുതും എ പ്ലസ് 2a പ്ലസ് 4a ഇസിക്കൽ ടു 16. 2ഉം 4ഉം വന്ന് ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയോ? എ ആർ സ്ക്വയർ, എ ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയർ ആണ് 4 വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 2ഉം 4ഉം 6 പ്ലസ് 1 7a ഇസിക്കൽ ടു 16. a ഇസിക്കൽ ടു 16/7 കണ്ടോ? ഇത്രയുള്ളതിൻ്റെ പരിപാടി. അതുപോലെ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 2 4 5 മാർക്ക്. 5 മാർക്ക്. 2 മാർക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്നാണ്. അപ്പോൾ ഇനി 1 മാർക്ക് കൂടി ഉള്ളൂ. സം ഓഫ് ഫസ്റ്റ് 4 ടൈംസ്, ഫസ്റ്റ് 4 ടൈംസിൻ്റെ സമ്മ് കാണുക എന്നുള്ളത്. അതൊന്നെങ്കിൽ നിങ്ങൾ എ ആർ സ്ക്വയർ എ ആർ ക്യൂബ് എന്ന് കണ്ടുപിടിച്ച് 4 കൂടി ആഡ് ചെയ്യുക, 1 മാർക്കല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ ഉണ്ടല്ലോ, a ഇൻറ്റു ആർ റേസ് ടു n - 1 എന്നുള്ളത്, എങ്ങനെയാണെങ്കിലും ചെയ്യാം, നോ പ്രോബ്ലം കേട്ടോ. നമുക്ക് എഴുതാം S4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് a ഇൻറ്റു ആർ റേസ് ടു n - 1 ഡിവൈഡഡ് ബൈ r - 1. അപ്പോൾ S4 ആകുമ്പോൾ റേസ് ടു 4 എന്ന് എഴുതിയാൽ മാത്രം മതി. ക്ലിയർ അല്ലേ? കൊടുക്കാം നമുക്ക്. ശരി, അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്? 16/7 ആണ്. ആറിൻ്റെ വാല്യൂ 2 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. 2 റേസ് ടു 4 - 1 ഡിവൈഡഡ് ബൈ 2 - 1. അപ്പോൾ ഡിനോമിനേറ്റർ കഴിഞ്ഞു. 2 - 1 1 ആണ്, അത് പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ 16/7 ഇൻറ്റു 2 റേസ് ടു 4 എത്രയാണ്? 16 അല്ലേ വരിക? 16 അല്ലേ? അതിലൊന്ന് പോയി കഴിഞ്ഞാൽ 16 - 1 15 ആയിട്ട് മാറും. 16 ഇൻറ്റു 15/7. ക്യാൻസലേഷൻ ഒന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എഴുതി ഫിനിഷ് ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 240 ആയിരിക്കുള്ളൂ മുകളിൽ അല്ലേ? 240 അല്ലേ കിട്ടുക? 240 പോസിറ്റീവ് 240 കേട്ടോ. 240/7 എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ. ശരി, അപ്പോൾ സംഭവം എടുത്തും കിട്ടിയില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ തരുന്ന ചോദ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ.
അടുത്തിലേക്ക് പോകാം. നമ്മുടെ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിലെ ലിമിറ്റ് മാത്രമേ കണ്ടുള്ളൂ, ഡെറിവേറ്റീവ്. ഓക്കെ, 9 മാർക്കാണ് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് വരുന്നത്. 6 മാർക്ക് ഡെറിവേറ്റീവിൽ നിന്നും 3 ലിമിറ്റ് നിന്നും. എപ്പോഴും ചോദിക്കുന്ന സെയിം ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ, വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് കോസ് ചോദിച്ചു. ടെക്സ്റ്റ് ബുക്കിലത്തെ സെയിം പ്രോബ്ലം ആയതുകൊണ്ട് സൈനും കോസും ടാനും ബേസിക് പഠിക്കുന്നുണ്ട്. നമ്മളതുപോലെ പഠിച്ചേക്കേണ്ടതാണ്. ഞാനത് എടുത്ത് ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, നമ്മുടെ സൊല്യൂഷൻ ബുക്കിലും ഉള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. കോഷ്യൻ റൂള് ഈ കൊല്ലം ചോദിക്കാൻ ചാൻസ് ഉള്ള റൂള് കോഷ്യൻ റൂളാണ്, പ്രൊഡക്റ്റ് റൂളിനേക്കാളും. ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് യു ആയിട്ടും അപ്പോൾ നമുക്കൊന്ന് എഴുതിയേക്കാം. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. അപ്പോൾ എന്ത് റൂളാണ്? യു ബൈ വി ഓൾ ഡാഷ് ഇസ് ഈക്വൽ ടു ഡാഷ് മീനിങ് ഡെറിവേറ്റീവ് അല്ലേ, യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഡെറിവേറ്റീവ് എടുക്കുക. സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നും, ചെയ്ത് തരുമ്പോൾ വളരെ സിമ്പിളായിട്ട് മാറും. ഓക്കെ, ചെയ്യാം നമുക്ക്. യു കംപ്ലീറ്റ് ന്യൂമറേറ്റർ യു ആണ്. അപ്പോൾ ഇത് വൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം? ഡി വൈ ബൈ ഡി എക്സ് ആണ് അവൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയണം. തുടങ്ങാലോ? തുടങ്ങാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോളാം കേട്ടോ. യു ഡാഷ്, അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എഴുതി വയ്ക്കും. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു വി. വി എന്ന് പറഞ്ഞാൽ ആരാ? ദ കംപ്ലീറ്റ് ഡിനോമിനേറ്റർ. അതാരാണത്? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇനി മൈനസ് ഇട്ടുകൊണ്ട് യു വി ഡാഷ്, യു എന്ന് പറയുന്നത് നേരത്തെ എഴുതിയ ന്യൂമറേറ്റർ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ്, നമുക്കത് താഴെ എഴുതി കാണിച്ചു തരാം, ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ആരാ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആയിട്ടുള്ള സൈൻ എക്സ് മൈനസ് കോസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഡെറിവേറ്റീവ് കാണാം, സിമ്പിളാണ്. ഡയറക്റ്റ് സൈനും കോസും മാത്രമേ ഉള്ളൂ അല്ലേ. സൈൻ ഡെറിവേറ്റീവ് എന്താ? കോസ്. കോസ് ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ. അപ്പോൾ ഡെറിവേറ്റീവ് കാണേണ്ട ഒന്നാമത്തെ ബ്രാക്കറ്റ് കഴിഞ്ഞു. അത് ഇൻറ്റു ആണ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് വന്നത്. ഓക്കെ, ഇനി മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു, നോക്കണേ, സൈൻ എക്സ് ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ് ആണ്, മൈനസ് കോസ് എക്സ് ഡെറിവേറ്റീവ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് കോസ് എക്സ് ഡെറിവേറ്റീവ് പ്ലസ് സൈൻ എക്സ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ എഴുതിക്കോളൂ, നോ പ്രോബ്ലം. ഇത്രയും കാര്യം ഓക്കെയാണോ? ഓൾ ഡിവൈഡഡ് ബൈ ആരുണ്ട്? ഹോൾ സ്ക്വയർ ഉണ്ട്. ഇത്രയും കാര്യം നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ എന്തൊക്കെ ചെയ്തു. യു ഡാഷ് അവനാണ് ഈ വന്നേക്കുന്ന ടൈം. സൈൻ ഡെറിവേറ്റീവ് കോസ്, കോസ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ. വി താനെ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യു ഡാഷ് വി, യു വി ഡാഷ് ആണ്. യു എന്താ? സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ന്യൂമറേറ്റർ അതായിരുന്നു, ന്യൂമറേറ്റർ നമ്മളത് എഴുതിയിട്ടുണ്ട്. ഇനി ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. സൈൻ ഡെറിവേറ്റീവ് കോസ്, മൈനസ് ഇട്ടു കോസ് ഡെറിവേറ്റീവ് സൈൻ. അപ്പോൾ ഈ ഭാഗം മൈനസ് മൈനസും കൂടി എന്താവും? പ്ലസ് ആയിട്ട് മാറും. അടുത്ത ടൈം എഴുതുമ്പോൾ അങ്ങനെ എഴുതുള്ളൂ കേട്ടോ. ക്ലിയർ? ഇനി ഇപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്തേക്ക് പോവുകയാണ്. ഓരോ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിനുശേഷമാണ് സിംപ്ലിഫിക്കേഷൻ വരിക. കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാവുന്ന മാർഗം അതായിരിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ചെയ്യാലോ? ഓക്കെ, അപ്പോൾ കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് വലിയ ടൈം വരും. പക്ഷെ നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനറിയാമോ? സിംപ്ലിഫൈ ചെയ്യാം. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ്, ഇവിടെ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, ഒന്നാമത്തെ ടൈം കഴിഞ്ഞു. കോസ് എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ്. കോസും കോസും കോസ് സ്ക്വയർ, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ, മൈനസ് കോസ് സ്ക്വയർ കേട്ടോ. അപ്പോൾ മൈനസ് കോസ് സ്ക്വയർ. ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്ന സ്റ്റെപ്പുകളൊക്കെ ശ്രദ്ധിച്ചോളണം. ഇനി മൈനസ് സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ സൈനും സൈൻ സ്ക്വയർ ആണ്, മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇനി ശ്രദ്ധിക്കുക, മൈനസ് സൈനും മൈനസ് കോസും അല്ലേ, ലാസ്റ്റ് രണ്ട് കഴിയുമ്പോൾ മൈനസ് സൈനും മൈനസ് കോസും അല്ലേ. ശ്രദ്ധിച്ചേ, മൈനസ് സൈനും മൈനസ് കോസും. ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, മൈനസ് കോസും. മൈനസും മൈനസും പ്ലസ് ആകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്ലസ്
സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇത്രയും കാര്യം ഓക്കെയാണ് എല്ലാവർക്കും. ഇത് ഫസ്റ്റ് ടൈം മാത്രമേ ആയിട്ടുള്ളൂ. മൈനസ്. ഇനി ഇതുപോലെ ഇവനെയും താഴെയുള്ളവനെയും തമ്മിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സൈൻ ഇൻറ്റു കോസ് മൈനസ് ഉള്ളത് കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ എന്ത് ചെയ്യുന്നറിയാമോ? ബ്രാക്കറ്റ് ഇടുന്നു. സൈൻ ഇൻറ്റു കോസ്, സൈൻ ഇൻറ്റു കോസ് തന്നെ, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി സൈൻ ഇൻറ്റു ഇത് പ്ലസ് ആണെന്ന് മനസ്സിലായില്ലേ? ഞാനൊരു പ്ലസ് ഇട്ടോട്ടെ, ഒന്ന് തിരിച്ചറിയാനായിട്ട് പ്ലസ് ഇടുന്നു കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. സൈൻ ഇൻറ്റു സൈൻ, സൈൻ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? നമുക്ക് ഒരു സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ശ്രദ്ധിക്കണേ, അടുത്ത ടൈം കോസ് ഇൻറ്റു കോസ്, അതെന്താ വരിക? നമുക്ക് കോസ് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കോസ് ഇൻറ്റു സൈൻ, സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. ബ്രാക്കറ്റ് ക്ലോസ്, ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്തായിരുന്നു? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. മക്കളെ, ഇനി ഞാനൊരു ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷനിലേക്ക് പറയാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളണം. നോക്കുക, ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. ഞാൻ ഈ ആരോ മാർക്ക് വരയ്ക്കണോടത്ത്. അതിൻ്റെ അർത്ഥം എന്താ? അതിനുള്ളിലെ ടേമുകളൊക്കെ പോസിറ്റീവാണ്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം നെഗറ്റീവ് ആവും അല്ലേ? ശ്രദ്ധിച്ചു നോക്കിയോ, ഞാൻ ഓരോന്ന് പറയാൻ പോവുകയാണ്. സൈൻ എക്സ് കോസ് എക്സ് പോസിറ്റീവാണ്. ഇവിടെ ഒരു സൈൻ എക്സ് കോസ് എക്സ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ ഇവനും കൈയോടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട് പ്ലസ് ആയിട്ട്. ഇവിടെ ഒരു സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് ആണെങ്കിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആകും. അപ്പോൾ ഇവനെയും കൈയോടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി ആരെല്ലാം വരുന്നുണ്ട് നോക്കുക. ഇവിടെ രണ്ടിലും നെഗറ്റീവ് കോമൺ ആണ്. നമ്മളവരെ പുറത്തെടുക്കും. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മളത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ നോക്കൂ, ശ്രദ്ധിച്ചേ, മൈനസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. ശരിയാണെന്ന് നോക്കിയാൽ ഒന്നാമത്തെ ടേം ഈ ടേം ശരിയാണല്ലേ? ഓക്കെ. ഇനി മൈനസ്, ഈ മൈനസ് എഴുതി. ഇവിടെ ഒരു 1 മാത്രമേ ഉള്ളൂ, 1. ഈ ടേമും 1 ആവൂലേ? 1 ആകും. ഓൾ ഡിവൈഡഡ് ബൈ നേരത്തെ ഒരു ടേം എഴുതാൻ മറന്നുപോയി. ഏതാ ഡിനോമിനേറ്റർ? സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നുള്ളത്. ശ്രദ്ധിക്കുക, -1 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് -2 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നത്. സിംപ്ലിഫിക്കേഷൻ കണ്ടോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് ക്യാൻസൽ ചെയ്താൽ മാത്രം മതി. ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ മാത്രം മതി. അല്ലാണ്ട് വലിയ ടൈമായിട്ട് എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് ടൈം മാറും. നമുക്കത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുഴപ്പമില്ലല്ലോ, അത് നിങ്ങളങ്ങനെ മനസ്സിലാക്കിക്കോളണം. ഓക്കെ, യെസ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. 18ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 19ലേക്ക് പോവുക. ഒന്നാമത്തെ ചോദ്യം ട്രിഗണോമെട്രി. നമ്മൾ കുറച്ച് നേരമായി ട്രിഗണോമെട്രിനെ കാത്തിരിക്കുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ പിന്നെ കാണുന്നത് ഇവിടെയാണ് അല്ലേ? ഇവിടെയും ഒരു 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യില്ല. കാരണം അത് ടെക്സ്റ്റ് ബുക്കിൽ സെയിം സംഭവം തന്നെ ഉണ്ട്. അതായത് ഇതിൽ തന്നെ 2ാമത്തെയും 3ാമത്തെയും ടെക്സ്റ്റ് ബുക്കിലത്തെ സെയിം ചോദ്യമാണ്. നമുക്കത് ചെയ്യേണ്ട കേട്ടോ, അത് ചെയ്യില്ല. ഈ ചോദ്യം കണ്ടില്ലേ, ഇത് രണ്ടും ടെക്സ്റ്റ് ബുക്കിലത്തെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ വാല്യൂ 1 വേർഡ് ആണ്. നിങ്ങൾ കാണാതെ പഠിക്കേണ്ട വാല്യൂ, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് ആൻസർ കിട്ടുന്നത്. tan 1, tan 2, tan 3 എവിടെ വരെ 89 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 1 ആണ്. എങ്ങനെ അത് 1 ആകും എന്നുള്ളതിൻ്റെ ചെറിയ ഒരു ലോജിക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോക്കിക്കോളൂ കേട്ടോ. അതായത് tan 1 ഇൻറ്റു tan 2 ഇൻറ്റു tan 3 ഇൻറ്റു എക്സെട്ര അല്ലേ? tan 88 ഞാൻ ഇങ്ങനെ എഴുതാലോ, എനിക്കതിനെ tan 90 മൈനസ് 2 എന്ന് എഴുതിക്കൂടെ? 88നെ എഴുതാം അല്ലേ? ഏത് ടൈമാ? ഈ ടൈമിന്. ഓക്കെ, ഇനി 89നെ tan 90 മൈനസ് 1 എന്ന് എഴുതാം. നമ്മൾ പഠിക്കുന്നൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്. ഇത് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ്. tan 90 മൈനസ് തീറ്റ കോട്ട് തീറ്റ. അപ്പോൾ ഈ വരുന്ന ടൈം, അതായത് 45 കഴിഞ്ഞ് tan 45 കഴിഞ്ഞ് വരുന്ന എല്ലാ ടൈമും നമുക്കിതുപോലെ കോട്ടിലേക്ക് മാറ്റാം. tan 46നെ കോട്ട് 44 ആകും. tan 47
കോട്ട് 43 ആകും. അങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലേ? അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നോക്കുക, tan 1 tan 2 tan 3 അത് എക്സെട്ര എവിടെ വരെ പോകും? tan 45 വരെ പോകും. ഇൻറ്റു നമുക്ക് എന്ത് വരുന്ന അറിയാമോ? കോട്ട് 44 എക്സെട്ര കോട്ട് 2 ഇൻറ്റു കോട്ട് 1 വരെ ഇങ്ങനെ പോകും. പ്രത്യേകത എന്താ? ടാനും കോട്ടും റെസിപ്രോക്കൽ ഫങ്ഷൻസാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആകും. tan 2ഉം കോട്ട് 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ആകും. എല്ലാം കൂടി ക്യാൻസൽ ചെയ്യാൻ ലാസ്റ്റ് എന്ത് വരും? 1 വരും. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ലോജിക്ക് കേട്ടോ, ഇത് മറന്നു പോകരുത്. അപ്പോൾ ഇത് നിങ്ങൾ tan 1 tan 2 tan 3 എവിടെ വരെ tan 18 വരെ ഉള്ളൂ, 90 എടുക്കാൻ പറ്റില്ല, ഇൻഫിനിറ്റി ആയി പോകില്ലേ. ആൻസർ തന്നെ 1 ആണെന്നുള്ളതാണ്. 2ഉം 3ഉം ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. അടുത്തിലേക്ക് പോകുന്നു. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണത്? നമ്മുടെ സ്റ്റാറ്റി എന്ന് പറയുന്നതാണ്. സെയിം ടെക്സ്റ്റ് ബുക്കിലെ ഡാറ്റ ആണെങ്കിൽ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിച്ചു, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കവിടെ ചെയ്യാനുള്ളത്? ആകെ കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മീൻ കാണാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മീൻ ഡീവിയേഷനും കാണാനുണ്ട്. മീൻ ഡീവിയേഷൻ അല്ല, വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാനുണ്ട്. നോക്കാം നമുക്ക്. ഇത് ഡയറക്റ്റ് സിമ്പിൾസ് ചോദ്യമാണെങ്കിൽ കൂടി ഒന്ന് ചെയ്തേക്കാം അല്ലേ? കാരണം സ്റ്റാറ്റിൽ നിന്ന് ഒരു പ്രോബ്ലം പോലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ് 30 40 മുതൽ 90 100 വരെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് എഴുതിയേക്കാം. 30 40 40 50 50 60 60 70 70 80 80 90 90 100. ഇനി ഫ്രീക്വൻസി കൂടിയുണ്ട്. ഫ്രീക്വൻസി കാണുന്നുണ്ടല്ലോ. ഫ്രീക്വൻസി 3 7 12 15 8 3 2. ഓക്കെ, അപ്പോൾ നമുക്ക് കൈയോടെ തന്നെ മീനും ഇതെല്ലാം കാണാൻ പോവുകയാണേ. ആദ്യം നമുക്ക് എന്ത് വേണം? നമുക്ക് മിഡ് പോയിൻ്റ് വേണം. മിഡ് പോയിൻ്റ് എക്സ്, ഓരോ ക്ലാസ്സിൻ്റെ മിഡ് പോയിൻ്റ് എഴുതാൻ പോവുകയാണേ. 30 40 മിഡ് പോയിൻ്റ് 35, ഇത് 45, ഇത് 55, ഇത് 65, ഇത് 75, ഇത് 85, ഇത് 95. മിഡ് പോയിൻ്റ് ആണെങ്കിൽ പോലെ നമ്മളിനി ഫ്രീക്വൻസി ഇൻറ്റു എക്സ്, കാരണം സിഗ്മ എഫ് എക്സ് കിട്ടിയെങ്കിൽ മാത്രമേ മീൻ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ രണ്ട് ടേമുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന മീനിങ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 105. ഇവ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 315. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ 660. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആൻസർ 975. ഇവർ തമ്മിലാകുമ്പോഴോ 600. ഇവർ തമ്മിലാകുമ്പോൾ 255. ഇവർ തമ്മിലാകുമ്പോൾ 190. ഇനി അതിൻ്റെ സമ്മ് കാണണം നമുക്കല്ലേ. സമ്മ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 3100 കിട്ടും. അതുപോലെ സിഗ്മ എഫ് എന്ന് പറയുന്നത് 50 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ തന്നെ മീൻ കണ്ടേക്കാം. എക്സ് ബാർ മീൻ കാണാനല്ല ചോദ്യം. ഇക്വേഷൻ എന്താ? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്. ദാറ്റ് മീൻസ് 3100 ഡിവൈഡഡ് ബൈ 50. നമുക്ക് ആൻസർ എത്ര കിട്ടും? 62 കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസിൻ്റെ ഇക്വേഷൻ കൈയോടെ എഴുതിക്കോളാം. വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ സ്ക്വയർ. അതിൻ്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? അപ്പോൾ എഫ് എക്സ് സ്ക്വയർ കാണണം നമുക്ക്. എക്സ് ബാർ എക്സ് സ്ക്വയർ അല്ല, എക്സ് ബാർ ദ സ്ക്വയർ കേട്ടോ. എക്സ് ബാർ ദ സ്ക്വയർ ഒന്ന് വൃത്തിയാക്കി ചെയ്തിട്ട് എക്സ് ബാർ ദ സ്ക്വയർ. എക്സ് ബാറാണ് മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എഫ് എക്സ് സ്ക്വയർ കണ്ടാൽ പോരെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടൈം കൂടി കാണാനുണ്ട്. ആ ടൈമിൻ്റെ പേരാണെന്ത്? എഫ് എക്സ് സ്ക്വയർ. എന്ത് ചെയ്യണം എന്ന് കാണണമെങ്കിൽ എഫ് എക്സിനെ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഒന്ന് വൃത്തിയാക്കി എഴുതുകയാണെങ്കിൽ എഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് എക്സ് എന്ത് കിട്ടിയോ അതിനെ വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എഫ് എക്സ് ഇതാണ്, അവന് വീണ്ടും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവർ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഫ്രീക്വൻസിക്ക് ഇതിൻ്റെ സ്ഥാനമില്ല, എക്സ് സ്ക്വയർ അല്ലേ കാണാനുള്ളത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ആൻസേഴ്സ് 1 by 1 എന്ന് പറയുമ്പോൾ 3675. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 14175. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 3675.
300. ഓക്കെ ആണല്ലോ. ഇനി ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 63375. ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 45,000. ഇനി ഇവർ തമ്മിലാണെങ്കിലോ 21675. ഇവർ തമ്മിലാണെങ്കിലോ 18050. ഇനി നമുക്ക് ഇവൻ്റെ സമ്മാണ് വേണ്ടത്. ഏതിൻ്റെ സമ്മ? സിഗ്മ FX² എന്ന് പറയുന്നത്. അതിൻ്റെ സമ്മ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. 202250 എന്ന് പറഞ്ഞ് നമുക്ക് സം ആഡ് ചെയ്യുമ്പോൾ കിട്ടും. 202250. ഇക്വേഷൻ കൊടുക്കാം നമുക്ക്, വേരിയൻസ് കാണാനായിട്ട് കൊടുക്കാം. അപ്പോൾ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഉണ്ട് കേട്ടോ. സിഗ്മ FX² ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഉണ്ട്. എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയൻസ് എന്ന് പറഞ്ഞ് എഴുതിക്കോട്ടെ. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 202250 ഡിവൈഡ് ബൈ 50 മൈനസ് 62 ഹോൾ സ്ക്വയർ. 62 ആരാ? മീൻ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, അവനെയാണ് 62 എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4045 മൈനസ് 3844. അപ്പോൾ 201 എന്ന് പറഞ്ഞ് നമുക്കതിൻ്റെ വേരിയൻസ് കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലോ റൂട്ട് കണ്ടാൽ മതി. റൂട്ട് 201. അതിൻ്റെ ആൻസർ നിയർലി വരുന്ന ആൻസർ 14.18 എന്ന് പറഞ്ഞ ആൻസറാണ് നിയർലി വരിക. ഇപ്പോൾ നമ്മൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറിങ് ആണ് ചെയ്തത്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, നല്ല ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് റെഫർ ചെയ്യണം. ഇതേ മോഡലൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നല്ല മോഡലും ആപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ചില്ലേ, എന്തെല്ലാം രീതിയിൽ ചിന്തിച്ചുവോ അതെല്ലാം നിങ്ങൾ എക്സാമിനും പ്രതീക്ഷിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇതിൽ ഓരോ ക്വസ്റ്റ്യനും ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു ചോദ്യം ഒന്നും കൂടി ഒരു ആവർത്തി കാണുക. നിങ്ങൾക്ക് അതെല്ലാം അതിൽ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ അറിയാമെങ്കിൽ നോ പ്രോബ്ലം ചെയ്യാം കേട്ടോ. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ചെയ്ത് പോയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലതായിട്ട് ബോർഡ് എക്സാമിന് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുക. 2 ദിവസമായിട്ട് ഉണ്ടെന്നുള്ള മാത്സിന് ഗ്യാപ്പ്. ഓക്കെ, നന്നായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. ഓക്കെ.